നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബ്ല്യൂസിന്റെ പുതിയ വീഡിയോ സ്വന്തം. ഇന്നത്തെ വീഡിയോ നമ്മുടെ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ നമ്മുടെ ലവ് സ്റ്റോറിയുടെ പാർട്ട് 2 ആണ്. എന്റെ ആക്സിഡന്റ് സ്റ്റോറി ഇതിനകത്ത് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാ ഹാളും ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് പല സമയത്തായിട്ട് സ്റ്റക്കായി റെക്കോർഡ് ചെയ്ത് വെച്ചൊക്കെയാണ് DTC കളയാൻ ഇത്. ഞാൻ ഓൾറെഡി കുറെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്, പല പ്രാവശ്യം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടും നമ്മൾ ഡേറ്റ് അവരുടെ ഓർമ്മയില്ലാത്തതുകൊണ്ട് DTC കളയാണ് ചെയ്ത്. കാരണം നമ്മൾ ഡേറ്റ് ഒരിക്കലും പക്കേട് വരുന്നില്ല, ആ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം എന്റെ ഡിസ്ചാർജ് സമ്മറി ഫുള്ള് നമ്മൾ കോടതി സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഡിസ്ചാർജ് സമ്മറി കൊടുത്തില്ല ഡേറ്റ് കൊടുക്കാനായിട്ട്. പിന്നെ മെഡിക്കലിന്റെ ലിസ്റ്റൊക്കെ എടുത്ത് തപ്പിയെടുത്ത് കുറെ ഡേറ്റ് കുറച്ചൊക്കെ ഓർമ്മ വന്നാലും എല്ലാം ശരിയാവുന്നില്ല. അവസാനം നമ്മൾ പറയാന്ന് വെച്ച് എല്ലാവരും പറഞ്ഞു ഡേറ്റ് ഇല്ലാതെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആക്സിഡന്റ് ഡേറ്റ് ഓർമ്മയുണ്ട്, 2019 ജൂലൈ 26 രാവിലെ 9:14 എന്റെ ആക്സിഡന്റ് ആയത്. ആ ഡേറ്റ് മാത്രം, ആ സമയം അടക്കം ഓർമ്മയുണ്ട്. പക്ഷെ സെക്കൻഡ് ഓർമ്മയില്ല. 9:14 എത്ര സെക്കൻഡ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റ് ഇല്ലാതെ പറഞ്ഞില്ല. ബാക്കിയുള്ളത് ഡേറ്റ് ഇല്ലാതെ ഞാൻ ശ്രുതി ഒരുമിച്ച് പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാർട്ട് 1 കണ്ടവർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവും. ശ്രുതിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് മമ്മിയുടെ പെർമിഷൻ വാങ്ങിയിട്ട് മമ്മീനെ ഇതാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയതാണ്. അതെ, ഒരു ദിവസം നിൽക്കാൻ വേണ്ടി ഞാൻ കൂടെ വരാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ആ ഒരു ദിവസം അമ്മ പറഞ്ഞു ഒരാഴ്ച നിന്നിട്ട് പോയാൽ മതി, എന്തായാലും വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരാഴ്ച ഇപ്പൊ 7 കൊല്ലായി ഇങ്ങനെ പോകുന്ന ലൈഫ്. പക്ഷെ എനിക്കന്ന് കാല് ചേട്ട പൊട്ടിയത്, പിന്നെ ഒന്നുകൂടി പൊട്ടിയതിന് വലിയ അവസാനം നമ്മള് സർജറി ചെയ്ത് കമ്പിയൊക്കെ ഇട്ട്. അത് 2018 വെള്ളപ്പൊക്കത്തിന്റെ ഒരാഴ്ച മുമ്പാണ് ഈ സംഭവം. അതിന് മുമ്പാണ് സർജറി ചെയ്ത് ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റലിൽ വരുന്നത്. നമ്മൾ ലിസി ഹോസ്പിറ്റലിൽ സർജറി ചെയ്തത്. അന്ന് ചേട്ടൻ 4 പീസായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജോയിന്റ് ആവുന്നു പറഞ്ഞിട്ട് ഒരു ഇതാക്കി ഇവിടെ വന്നിട്ട് ജോയിന്റ് ആവുന്നത് വീണ്ടും പൊട്ടിയപ്പോഴേക്കും 4 പീസായി പോയി. മാത്രമല്ല നമ്മള് സർജറി ചെയ്ത് ലേറ്റായി പോയി. അപ്പോൾ ലേറ്റായി പോയിന്റെ എല്ല് വളർന്ന് വേറെ സൈഡിലേക്ക് പോയി. പൊട്ടിയ എല്ല് വളർന്ന് ഷേപ്പ് ആക്കിയിട്ടാണ് അവർ ജോയിന്റ് കമ്പിട്ടത്. ഡോക്ടർ ആ പറഞ്ഞത് എല്ല് വളർന്ന് സൈഡിലേക്ക് പോയിന്റ് ഇല്ല, വേറെ സർജറി ചെയ്യാൻ ഓപ്ഷനൊക്കെ ചെയ്ത്. അന്നത് വൃത്തിക്ക് ഇവിടെ നിന്ന സമയത്ത് ഒട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് പോയേനെ. ചെറിയ പൊട്ടലായിരുന്നു, ഒട്ടി വിട്ടിരുന്നത് പോയേനെ. പക്ഷെ ഇവിടെ നിന്ന് വീണ്ടും വീണ്ടും പൊട്ടിയതിന്റെ പേരിൽ എല്ല് വളർന്ന് വേറെ സൈഡിലേക്ക് പോയിന്റ് വന്നു, സർജറി ചെയ്യേണ്ടി വന്നു. അങ്ങനെ സർജറി ചെയ്ത് എല്ലാം ഒന്ന് ശരിയായി എങ്ങനെ വന്ന് അന്ന് ലിസി ഹോസ്പിറ്റലിനെ കൊല്ലാക്കൊള്ളിയ അവസ്ഥ പോയി. കാരണം ലിസി ഹോസ്പിറ്റലിൽ അധികം ഒന്നും ഭയങ്കര ഇതായിട്ടുള്ള ഹെവി ഡോസ് ഉള്ള മരുന്നൊന്നും കൊടുക്കൂല. അപ്പൊ ഹാർജയ്ക്ക് സർജറി കഴിഞ്ഞ് കൊണ്ടുവന്ന് കിടത്തി അന്ന് തന്നെ നടത്തിച്ചു ഇല്ലേ? അന്ന് തന്നെ നടത്തിച്ചു. ആദ്യ വേദന ഭയങ്കര ഭയങ്കര പെയിൻ ആയിരുന്നു. സർജറി ചെയ്ത് എന്നെ ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഞാൻ ഒച്ചപ്പാടും വെള്ളം കരഞ്ഞുകൊണ്ടാണ് പോണത്. എല്ലാവരും ശരി വാക്കറൊക്കെ കൊടുത്തു. ആ വാക്കർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. വാക്കർ ഇപ്പൊ ഉണ്ട്, വാക്കർ ഇപ്പോഴും വീട്ടിലുണ്ട്. കാരണം ആ വാക്കർ എനിക്ക് രണ്ടാമത് ഓരപ്പെട്ട് വീണ്ടും അതാണ് ആക്സിഡന്റ് ആയപ്പോ. പിന്നെ ഉപയോഗിക്കുന്ന സ്റ്റിക്കും ആ സമയത്ത് സ്റ്റിക്കല്ലേ, ആ സമയത്ത് വാങ്ങിച്ച സ്റ്റിക്കാണ് എപ്പോഴും ഉപയോഗിക്കണത്. എല്ലാം ദൈവം അറിഞ്ഞ് കണ്ടൊക്കെയാണ് തന്നിടയ്ക്ക് വെച്ചേക്കായിരുന്നു. അതാണ്. അപ്പൊ അന്ന് സർജറി ചെയ്തിട്ട് പിന്നെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ട് പിന്നെ തെറാപ്പി ആയിരുന്നു. നമ്മള് വീട്ടിലേക്ക് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം വന്ന് നമ്മൾ ക്യാമ്പിൽ പോയി. അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന് 3-ന്റെ അന്ന് വെള്ളപ്പൊക്കം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ അനക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ വള്ളത്തിൽ വന്ന ചേട്ടന്മാരൊക്കെ എടുത്ത് വെള്ളത്തിലാക്കി. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അതാണ്. അവരാണെങ്കിൽ ബാൽക്കണി കൂടെ അവര് വെള്ളം അത്രയും ഒരു ലെവലിൽ ഒരു ഫ്ലോർ ഫുള്ളും ആയി, സെക്കൻഡ് ഫ്ലോറിൽ എത്തിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവസാനം അവര് വഞ്ചി ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ ഡോറിന്റെ അവിടെ വരെ എത്തിച്ചു. ബാൽക്കണി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് തന്നെ പൊക്കിയെടുക്കാൻ അവിടെ മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടന്മാരൊക്കെ ചെയ്ത് വന്നിട്ട് എന്നെ എടുത്ത് കൊണ്ടുപോകാൻ ചെയ്തത്. അന്ന് എടുത്ത ചേട്ടന്മാർ 2 പേരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരുടെ അച്ഛനും അയൽക്കാരൊക്കെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പരിചയമില്ല. അവിടെ മറക്കില്ല ഇപ്പോഴും. അവർ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് വഞ്ചി കയറിയിട്ട് അങ്ങനെയാണ് ക്യാമ്പിൽ കൊണ്ടുപോയത്. പിന്നെ ക്യാമ്പിൽ കുറച്ചു കാലം എവിടുത്തെ ക്യാമ്പായിരുന്നു? ആദ്യം എടപ്പള്ളിയിലായിരുന്നു. ഒരു ദിവസം എടപ്പള്ളി നിന്നുള്ളൂ അല്ലേ? 1-2 ദിവസം ഉള്ളൂ. അല്ല, അന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് തൃക്കാക്കരയ്ക്ക് മാറ്റി. നമ്മൾ തൃക്കാക്കരയ്ക്ക് മാറ്റി എന്ന് വെച്ചാൽ നമ്മൾ മെമ്പേഴ്സ് കൂടുതലാണ്. 2 സർജറി കഴിഞ്ഞാണ് അങ്ങനെ പ്രശ്നമായി. തൃക്കാക്കരയ്ക്ക് മാറ്റി. തൃക്കാക്കര YMC കോളേജിന്റെ ഇതിലായിരുന്നു, ക്യാമ്പിലായിരുന്നു. അവിടുത്തെ കോളേജിലായിരുന്നു ക്യാമ്പ്. ആ ക്യാമ്പിലാണ് നമ്മൾ താമസിക്കുന്നത്. തൃക്കാക്കര ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് പിന്നെ അവിടെ നിന്ന് YMC ഇതിലേക്ക് മാറ്റുന്നത്. നമ്മളെ ആദ്യം വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ വീട്ടിൽ ഒരു ദിവസം നിർത്തി പിറ്റേ ദിവസം YMC ക്യാമ്പിലേക്ക് മാറ്റിച്ചു. കാരണം വീടുകളിൽ താമസിക്കുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എവിടെ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര ബുദ്ധിമുട്ടാവും. വീട്ടിലേക്ക് അവിടെ ക്യാമ്പിലേക്ക് ആക്കി. ക്യാമ്പിലാകുമ്പോൾ ഫുഡ് നിങ്ങളൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി കുക്ക് ചെയ്ത് തരുന്നുണ്ടല്ലോ. അങ്ങനെ ക്യാമ്പിലായിരുന്നു കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നത്. പിന്നെ ക്യാമ്പ് കഴിഞ്ഞ് നമ്മള് റോഡിൽ കൂടി പോകുന്നത് നമ്മൾ അറിയാന്നുള്ളവരാണ്. അതാണ്. അപ്പൊ ക്യാമ്പൊക്കെ കഴിഞ്ഞ് നമ്മള്
പെട്ടെന്നൊന്നുമില്ലേ വെള്ളപ്പൊക്കം അത് 1 മാസം ആയില്ല, 1 മാസം ആയില്ല, 20 ദിവസം അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോഴത്തേക്ക് നമ്മള് വീട്ടിലേക്ക് നമ്മുടെ വീട് ഫുള്ള് ചെളി, എന്റെ ചെളി മാത്രം, ക്ലോസറ്റ് ഒക്കെ നിറഞ്ഞ് അടഞ്ഞ് കുടിക്കുന്ന പൈപ്പും എല്ലാം ബ്ലോക്കായി. പിന്നെ അത് 6 വർഷമായിട്ട് താമസിക്കുന്ന വീടാണ്. അപ്പൊ ആ വീട് വാടകയ്ക്കാണ്, സ്വന്തം വീടല്ല, വാടകയ്ക്കാണ്. പക്ഷെ ആ വീട്ടിൽ നല്ല വർക്കത്തുള്ള വീടായിരുന്നു പറയാം. അതെ അതെ, ആ വീട് നമ്മള് എന്താ പറയാ ക്ലീനൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിന് 10,000 രൂപ വെച്ച് 3 പ്രാവശ്യം തരൂ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മളടുത്ത് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ ഹൗസ് ഓണർ നമുക്ക് തന്നില്ല. ഹൗസ് ഓണർ തന്നെ വാങ്ങിച്ചെടുത്ത് അപ്പൊ നമുക്ക് വീടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആ വീട് മാറി. കാരണം ക്ലോസറ്റ് ഇതാക്കി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാതെ, ഫസ്റ്റ് ഫ്ലോർ യൂസ് ചെയ്യാൻ പറ്റാതെ ഒരവസ്ഥയായി. ആ വീട് മാറി 2 മാസം പോലും തികച്ചില്ല, 1 മാസം ആയിട്ടേ ഉള്ളൂ. അതാണ് അപ്പോഴത്തേക്ക് ആർജയ്ക്ക് ആക്സിഡന്റ് ആയി. ആക്സിഡന്റ് ആവുന്നത് എപ്പോഴാണ്? 2019 ജൂലൈ 26 രാവിലെ 9:14 എന്നെ ജോലിക്ക് കൊണ്ടാക്കി. ഞാനന്ന് ഗലീറ്റോസിലാ വർക്ക് ചെയ്യുന്നത്, ഒരു റെസ്റ്റോറന്റ് വർക്ക് ചെയ്യുന്നത്, ഗലീറ്റോസിൽ വർക്ക് ചെയ്യുന്നത്. അതാണ്. അപ്പൊ നമ്മള് അന്ന് ശ്രുതി എന്റെ അടുത്ത് പറഞ്ഞു കൊണ്ടാക്കേണ്ടത്, എന്നെ കൊണ്ടാക്കണ്ടെന്ന് ഞാൻ കൈയും കാലും പിടിച്ചു പറഞ്ഞു. ബസ് സ്റ്റോപ്പിൽ ആക്കാൻ പറഞ്ഞു. പക്ഷെ ചില സമയത്തേക്കുള്ള ബസ് സ്റ്റോപ്പിൽ ആക്കാൻ പറയും. ഞാനൊക്കെ നോക്കുമ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇങ്ങനെ ജോലിക്ക് കൊണ്ടാക്കുന്നു, ഹസ്ബൻഡ് ജോലിക്ക് കൊണ്ടാക്കുന്ന കാണൂല വണ്ടികളിൽ. അപ്പൊ അത് കാണുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞായിരുന്നു. പല പ്രാവശ്യം 2-3 വർഷം പറഞ്ഞ ആഗ്രഹമാണ് ശ്രുതിക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആണ്. കാരണം നമ്മളങ്ങനെ കൊണ്ടാക്കുമ്പോ മറ്റുള്ളവർ നോക്കുന്നു, ആ ഒരു എന്റർടൈൻമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഇൻട്രസ്റ്റില് ശ്രുതി എൻ്റെ അടുത്ത് പറഞ്ഞാണ്. പക്ഷെ അത് അന്ന് ചെയ്യാതെ വേറൊരു ദിവസം ചെയ്തപ്പോ തന്നെ അമ്മയൊക്കെ പറഞ്ഞ് പോവരുത്, ശരിയാവത്തില്ല, മമ്മിക്ക് മനസ്സ് ശരിയാവത്തില്ല. രാവിലെ ഞാൻ വീട്ടിൽ നടന്ന സമയത്ത് മമ്മിയുടെ അടുത്ത് പിണങ്ങിയിട്ടൊന്നുമില്ല, മമ്മിയുടെ അടുത്ത് നോക്കി മമ്മിയുടെ മോന്തിക്ക് എന്തോ ഒരു വിഷമമുള്ള അവസ്ഥ പോലെ. അതിന്റെ തലേദിവസം കൂടി എന്റെ അനിയൻ പറഞ്ഞോളൂ, എവിടെയും വണ്ടി ഇടിച്ച് കിടക്കുമ്പോ പഠിക്കൂ, എനിക്ക് വണ്ടി ഇടിച്ച് കിടക്കുന്ന സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞാ കേൾക്കൂല, പോവരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു സ്വപ്നം പോയായിരുന്നു. ഞാൻ കളിയാക്കി വിട്ടു ഗൈസ്, ഞാൻ വലിയ കളിയാക്കില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ വിശ്വാസമൊന്നുമില്ല. അവനത് വിശ്വാസത്തോടെ പറഞ്ഞില്ല, അവന് പേടിയായിപ്പോയി അങ്ങനെ കണ്ടപ്പോഴേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ശ്രദ്ധിക്കണം, ചേട്ടൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിറ്റേ നമ്മള് വണ്ടി എടുക്കുമ്പോഴും പറഞ്ഞു പോവരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കിയാൽ മതിയല്ലോ. അതാണ് ബസ് സ്റ്റോപ്പ് വരാപ്പുഴ വരെ എന്തോ അല്ലാന്ന് പറഞ്ഞു, SNDP. അവിടെ എത്തിയപ്പോഴത്തേക്കും എന്റെ ബസ് പോവുകയും ചെയ്തു. പിന്നെ അടുത്ത ദിവസം സമയത്ത് ലേറ്റ് ആവും, ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആവും. അപ്പോൾ ഇവളുടെ പഞ്ചിങ് ടൈം ഉണ്ട്, അവിടെ പഞ്ച് ചെയ്ത് പണിക്കാരണം വർക്ക് ചെയ്യുന്നത്. അതാണ്. അപ്പോൾ 1 മിനിറ്റ് ലേറ്റ് ആയി പഞ്ച് ചെയ്താൽ പോലും സാലറി ഒരു ദിവസത്തെ സാലറി കട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഹാഫ് ഡേ സാലറി ഒന്ന് കട്ട് ചെയ്യും, അങ്ങനെ തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടാക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വേണ്ട, ഞാൻ അടുത്ത ദിവസം പോയിക്കോളാന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് നിർബന്ധിച്ചു വിടും, വേണ്ടെന്ന്. ഞാൻ പക്ഷേ ഇല്ല, ഞാൻ കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ നിർബന്ധിച്ച് ഞാൻ കൊണ്ടാക്കി. എന്തായാലും ഒരുപാട് ആഗ്രഹമില്ല കൊണ്ടാക്കണം, പിന്നെ എന്തായാലും ബസ് മിസ്സായില്ല, അതുകൊണ്ട് ആക്കി. അന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ ലേറ്റ് ആയി. പിന്നെ ഞാൻ അപ്പോൾ പിണങ്ങി അവിടെ എന്നിട്ട് ഞാൻ സാധാരണ എന്നെ കൊണ്ടാക്കി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ വിടാറാണ് അത്. പക്ഷെ അന്ന് ഉമ്മയൊന്നും കൊടുത്തില്ല. സാധാരണ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാകുമ്പോൾ ഉമ്മയെ കൊടുത്ത് വിടാറുണ്ട്. പക്ഷെ അന്ന് ഉണ്ടാക്കിയപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ഞാൻ പതുക്കെ വണ്ടി കൊടുക്കുള്ളൂ കേസ്, കാരണം എനിക്ക് റെഡി ആയി വരുന്നുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്രോൾ പൈസ ഇല്ല, എനിക്ക് വല്ല ടിപ്പൊക്കെ കിട്ടുമ്പോഴാണ് ആ പൈസ 10, 20, 30 കിട്ടും. മമ്മിയുടെ വണ്ടിയാണ്. അപ്പോൾ അനിയത്തിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ അങ്ങനെ ഒത്തിരി പരിപാടി ഉണ്ട്, വേറെ ആൾക്ക് ജോലി ഇല്ല, അങ്ങനെ ഇരിക്കുന്ന ടൈമും കൂടിയാണ്. അപ്പൊ പണി കിട്ടുന്ന അവസ്ഥയാണ്. മമ്മിക്കൊരു കണക്ക് അനിയന്ന് പമ്പിൽ വർക്കുണ്ട്, പിന്നെ വേറെ തുണി ഷോപ്പിൽ വർക്കുണ്ട്. പക്ഷെ എങ്കിലും വേറെ എന്റെ ഒരു മനുണ്ടല്ലോ, അപ്പൊ പിന്നെ പെട്രോളിനെല്ലാം കണക്കുണ്ട്. ഇപ്പോൾ മമ്മി കണക്കിന് 2 വണ്ടി പെട്രോൾ അടിച്ചേക്കണം. ഞാൻ ദൂരെ പോയാൽ പണി ഒരു ദിവസം ഇത്ര പെട്രോൾ എന്നുള്ള രീതിയിൽ മമ്മി അടച്ചിട്ടേക്കണം. അപ്പോൾ അന്ന് ഞാൻ അതുകൊണ്ട് സ്പീഡ് വളരെ കുറച്ച് പതുക്കെ കൊണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റായി പോയി. ബസ് മിസ്സായി ലേറ്റായി പോയി മാത്രമല്ല, കൂടാതെ ഞാൻ കൊണ്ടാക്കിൻ്റെ ഒരു ലേറ്റായി പോയി. അപ്പോൾ അതിൻ്റെ ഒരു പിണങ്ങി എന്നെ നേരത്തെ ലേറ്റായി കൊണ്ടാക്കി. ഞാൻ ബസ് വന്നതുകൊണ്ട് ഇതാക്കിയിട്ട് ഞാൻ മിണ്ടാതെ ലിഫ്റ്റ് കയറി അങ്ങ് പോയി. വർക്ക് ലിഫ്റ്റ് ആണ്. അപ്പൊ ഈ ലോഡൊക്കെ വരുമ്പോ എടുക്കുന്നത് ഓരോരുത്തരുടെ ഷോപ്പുകളിലേക്ക് എടുക്കുന്ന ലിഫ്റ്റ് ആണ്, വർക്ക് ലിഫ്റ്റ് ആണ്. ആ ലിഫ്റ്റ് കയറി അങ്ങ് പോയി. ഞാൻ വണ്ടി തിരിച്ചു പതുക്കെ വീട്ടിലേക്ക് പോകണം. ഞാൻ പതുക്കെ ഓടിക്കുന്നു, കാരണം പെട്രോൾ തീർന്ന പണി. പക്ഷെ അന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഫോണേ ഉള്ളൂ. എന്റെ ഫോൺ ഞാൻ ആർജയ്ക്ക് കൊടുത്തു. കാരണം എന്റെ ഫോൺ അതിന് മുമ്പായിട്ട് ഞാൻ അനിയന്മാരും ഇവിടെ കുറിച്ച് മീൻ പിടിക്കാൻ വേണ്ടി പോയ സമയത്ത് വെള്ളത്തിൽ വീണ്, കായലിൽ വീണ്. പക്ഷെ കായലിലാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. കായലില് ബോട്ട് ജെട്ടി ഉണ്ട്, ജെട്ടിന്റെ ആ ജെട്ടിയുടെ സൈഡില് അവിടെ പോയ അങ്ങനെ പോയത് കാരണം എന്റെ ഫോൺ ഞാൻ കൊടുത്തിട്ട് എന്റെ അടുത്ത് ഫോൺ ഇട്ടേക്കായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, എന്റെ അടുത്ത് ഫോൺ വേണമെന്ന് ചോദിച്ചപ്പോഴും ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ എനിക്ക് ഫോണില്ലല്ലോ, ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു.
ഒരു വൈകിട്ട് 2 ഞാൻ മണി. അങ്ങനെ തിരിച്ചു പോയി കഴിച്ചു. ഞാൻ തിരിച്ചു പോയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആ പള്ളിയൊക്കെ കഴിഞ്ഞ് ചേർന്നൊരു പള്ളിയുണ്ട്. പള്ളി ഇപ്പൊ പൊടിച്ച് ചെറിയ പള്ളിയാക്കി കുഞ്ഞു പള്ളിയാക്കി. അത് ശരിക്കും നമ്മുടെ വേളാങ്കണ്ണി മാതാവാണ് അവിടെ ഉള്ളത്. ശരിക്കും നമ്മൾ വേളാങ്കണ്ണി പോകണം നേർച്ച ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ചേരാനല്ലൊരു വേളാങ്കണ്ണി മാതാവാണ് ഉള്ളത്. അവിടെ പോയി നമ്മൾ നേർച്ച കൊടുത്താൽ നമ്മൾ എന്താണ് നേർന്നത് അത് സഫലമാകും എന്നാണ്. അപ്പോൾ അങ്ങനെ ആ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി സിഗ്നലിൽ പോയി നിൽക്കുകയാണ്. നമ്മൾ സിഗ്നലിൽ എപ്പോഴും ഫസ്റ്റ് പോയി നിൽക്കില്ല. കാരണം ഒന്നാമത് ഞാൻ പതുക്കെ ഓടിക്കുന്നത്, ഇപ്പോൾ ലേറ്റായിട്ട് പോകുന്നത്. അപ്പോൾ ശരി പെട്ടെന്ന് എത്തിക്കോടെ വെച്ചിട്ട് ഞാൻ സിഗ്നലിൽ ഫ്രണ്ടിൽ തന്നെ പോയി നിൽപ്പാണ്. ഫ്രണ്ടിൽ ചേട്ടൻ ഫ്രണ്ടിൽ പോയി നിൽക്കണം. നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ പോയി നിൽക്കരുത്. നിങ്ങളും ഫ്രണ്ടിൽ പോയി നിൽക്കരുത് ഗൈസ്. ഒരുപാട് ഫ്രണ്ടിൽ പോയി നിൽക്കരുത്. ഒരു വണ്ടിയൊക്കെ പോയിട്ട് നിങ്ങൾ പോയാൽ മതി. അതിനുള്ള ധൃതി കാണിച്ചാൽ നമുക്ക് ഗ്രീൻ സിഗ്നൽ ആയാലും നമ്മൾ പെട്ടെന്ന് എടുക്കരുത്. ഒരു വണ്ടി വല്ലതും നമ്മളെ അടുത്തുള്ള വണ്ടി പോയ ശേഷം പോയാൽ മതി. കാരണം ധൃതി പിടിച്ച് പോകുമ്പോൾ പ്രശ്നം. ഞാൻ പക്ഷേ ഒന്നും വണ്ടി എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ നിൽപ്പാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ വണ്ടി. ഞാൻ ഇങ്ങനെ നേരെ പോകുന്ന വണ്ടി നേരെ എനിക്ക് സിഗ്നൽ ആയിട്ടുള്ള റെഡാണ്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ സിഗ്നൽ വിട്ട് അവിടെ നിന്ന് വണ്ടി ഒന്ന് നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് വന്ന വണ്ടി പയ്യൻ അവൻ നല്ല സ്പീഡ് വന്നത്. അവന് സിഗ്നൽ ഗ്രീൻ ആയിരുന്നു. അവൻ നല്ല സ്പീഡിൽ വന്നത്. അവൻ അടുത്തതിലേക്കും റെഡ് ആയപ്പോൾ അവൻ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് വെട്ടിച്ചാന്ന് പറഞ്ഞത്. ലെഫ്റ്റിലേക്ക് വെട്ടിച്ചപ്പോഴേക്കും ഫസ്റ്റ് നിൽക്കുന്നത് ഞാനാണ്. അങ്ങനെ എന്നെ ഒന്ന് ഇടിച്ച് തെറിപ്പിച്ച് ഞാൻ തെറിച്ച് 2-3 പ്രാവശ്യം ഉരുണ്ട് 3 സൈഡ് ഇങ്ങനെ ഇടിച്ച് തെറിച്ച് വന്നിട്ടാണ് കിടന്നത്. അപ്പോൾ തന്നെ ഓവർ ബ്ലീഡിങ്ങും കാര്യങ്ങളുമായി. സിഗ്നലിൽ പോലീസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ വണ്ടി വാങ്ങുമ്പോൾ കിട്ടുന്ന ഹെൽമെറ്റ് ഉപയോഗിക്കരുത്. അതെ അതെ, ആ ഹെൽമെറ്റിന് ക്വാളിറ്റി വളരെ കുറവാണ്. ഇവർ ജസ്റ്റ് ഷോറൂമുകാർ ഗവൺമെന്റ് പറ്റിക്കാൻ വേണ്ടി മാത്രം, ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നപ്പോൾ അതിന് പറ്റിക്കാൻ വേണ്ടി മാത്രം ഹെൽമെറ്റ് ഇടുന്നത്. ആ ഹെൽമെറ്റ് ഉപയോഗിക്കരുത്. ക്വാളിറ്റി വളരെ കുറവാണ്. ആ ഹെൽമെറ്റ് വെച്ചിട്ട് ആ ഹെൽമെറ്റ് പൊട്ടിയിട്ടാണ് കുത്തി കയറിയിട്ടാണ് ഇന്ത്യയിലും ബ്ലീഡിങ് ആയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഞാൻ കോൺഷ്യസ് അല്ല. അതെ, അതും കൊണ്ടുപോയത് പോലീസുകാരാണ് കൊണ്ടുപോയത്. ട്രാഫിക് സിഗ്നലിൽ പോലീസുകാരും നാട്ടുകാർ ചെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്. കൊണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പം തന്നെ എമർജൻസി സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം തന്നെ പോലീസുകാർ പെട്ടെന്ന് എല്ലാ കാര്യം ചെയ്ത് എൻ്റെ വീട്ടിലറിയിച്ച് അങ്ങനെ അമ്മ ഓടി വന്ന് പിന്നെ ഡോക്ടറിനെ കൈകാര്യം വിളിച്ച് സർജറി കയറ്റുകയാണ് ചെയ്തത്. ഡോക്ടർ സർജറി കയറ്റിയപ്പോഴും പറഞ്ഞ് ഇച്ചിരി ആദ്യം പൈസ കെട്ടണമെന്ന് പറഞ്ഞ് കുറച്ച് ലേറ്റ് ആക്കി അവര്. പിന്നെ 50,000 രൂപ നമ്മള് കുറെ ആൾക്കാരുടെ അടുത്തൊന്നും കടം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് അമ്മ പോയി ഡോക്ടറിന് കാല് വീണപ്പോൾ അവസാനം ഡോക്ടറിനെ കയറ്റി. അമ്മ പറഞ്ഞ് എൻ്റെ അവയവങ്ങൾ എന്ത് വിട്ടിട്ടാലും വേണ്ട, ഞാൻ എൻ്റെ മോൻ്റെ നിങ്ങളുടെ പൈസ ഫുൾ അടച്ചിരിക്കുന്നു പറഞ്ഞു. സർജറി ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് കയറ്റുമ്പോഴേക്കും അങ്ങനെയാണ് സർജറിക്ക് കയറ്റിയത്, ഹോസ്പിറ്റലിൽ കയറ്റിയത്. പിന്നെ ഇവിടെ അറിയിച്ചത് ഇവിടെ അറിഞ്ഞപ്പോൾ വൈകിട്ടായി. ഞാൻ വൈകിട്ടായി 3 മണി കഴിഞ്ഞറിഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത് ഫോൺ എന്നെ അനിയനാണ് വിളിക്കുന്നത്. അപ്പൊ സാറിന്റെ ഫോണിലാണ് വിളിക്കുന്നത്. അപ്പൊ ഇവളുടെ ഫോണിൽ നിന്ന് ഇവളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സാറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്റെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രുതി ഇങ്ങനെ ചേട്ടന് ചെറിയൊരു വണ്ടി ആക്സിഡന്റ് ആയി, വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവുകളേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പത്തേക്ക് എനിക്ക് ഭയങ്കര ഇതായി. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞാൻ ചോദിച്ചവൻ പറഞ്ഞ് തലയ്ക്ക് പൊട്ടലുണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങൾ കാറി വിളിച്ച് കരഞ്ഞ് അങ്ങ് വീണ്. അപ്പോഴത്തേക്ക് അനിയൻ തൂക്കി ഇങ്ങനെ എടുത്തിട്ടും ചേച്ചി പേടിക്കാവൊന്നുമില്ല ചേച്ചി ചുമ്മാ വേണ്ടാത്ത ചിന്തിക്കില്ല. ഞാൻ പറഞ്ഞില്ല, നീ എന്തോന്ന് പറയണത്, തലയ്ക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഏറ്റവും ഇതായിട്ടുള്ള ഒരു കാര്യമാണ് തലേന്ന് പറയാം. ഇവിടെയൊക്കെ ചെറിയൊരു തട്ട് കിട്ടിയപ്പോൾ നമ്മൾ ഭാവിയിൽ അനുഭവിക്കും, മനസ്സിലായ? ഇപ്പോഴും നല്ല പിന്നീടായാലും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയി. എന്നിട്ട് ലാസ്റ്റ് അനിയനൊക്കെ പറഞ്ഞു ഇല്ല ചേച്ചി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർജേൻ്റെ ഫസ്റ്റ് സർജറി ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഹോസ്പിറ്റലിൽ ഇവളും മമ്മിയോട് ചേട്ടനും ഭയങ്കര അടിയും വഴക്കൊക്കെ ആയി. അടിയല്ല, വഴക്കായി, വാക്ക് തർക്കങ്ങളായി. ഇവളെ കൊണ്ടാക്കാൻ വേണ്ടി വലിയ എനിക്ക് ആക്സിഡന്റ് ആയതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം മമ്മിക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതും കാരണം നമ്മൾ അപ്പോഴും ലീഗലി മാരീഡും അല്ല. കാരണം നമ്മളിപ്പോ 50 ദിവസം കെട്ടി കൊണ്ടുപോയി നമുക്ക് വലിയ തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ. അപ്പം എല്ലാവരും എന്റെ നേർക്ക് തിരിഞ്ഞിട്ട് ഭയങ്കര ഇതായി. കാരണം നമുക്ക് പേഴ്സണലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി എന്ന് പറയാൻ നമുക്ക് കുടുംബക്കാരില്ല, പേരൻസ് ഇല്ല. അങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും ദേഷ്യം വന്ന് ഞാനും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു. ലാസ്റ്റ് എന്നെ ഹോസ്പിറ്റലിൽ പുറത്താക്കി. കാരണം മമ്മി പോയിട്ട് പറഞ്ഞു ഇങ്ങനെ പറ്റത്തില്ല, എന്റെ മോൻ കണ്ണു തുറന്നിട്ട് അവളെ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവളെ വിളിക്കുള്ളൂ, അല്ലാതെ ലീഗലി അവൾ എന്റെ മോന്റെ ആരും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ പുറത്താക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഹോസ്റ്റലിൽ പോയി നിന്ന് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പൈസ ഇല്ലാതായിട്ട് ഞാൻ ഇവരുടെ അച്ഛനെ വിളിച്ചു. ഇവരുടെ അച്ഛൻ അന്ന് എവിടെയായിരുന്നു,
ആ എവിടെ ആയിരുന്നു ഞാൻ മീൻസ് പുള്ളീൻ്റെ ഫോണിൻ്റെ കോണ്ടാക്ട്സ് എൻ്റെ ഫോണിൽ കിടക്കുകയാണല്ലോ. ഞാനങ്ങനെ വിളിച്ച് ഞാൻ പറഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെ ചേട്ടന് കുറേ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ലാസ്റ്റ് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സംവിധാനമൊക്കെ ചെയ്തു തന്ന്. എന്നിട്ട് ആൾ കണ്ണുറക്കം എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഞാനപ്പോഴും ലുലു തന്നെ വർക്കിന് പൊക്കോണ്ടിരുന്ന് കിട്ടുന്ന പൈസ ഞാൻ ഡെയിലി ഹോസ്പിറ്റലിൽ വരുമെങ്കിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അവസരം കിട്ടും. കാരണം വെന്റിലേറ്ററിലായിരുന്നു, കാണിക്കത്തില്ല. വെന്റിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യൻസിനെ കാണാൻ ഒരു ദിവസം ഒരാൾക്കേ അനുവാദമുള്ളൂ. അപ്പം ഡെയിലി ഞാൻ ചെല്ലുമ്പോൾ എന്തായാലും രാവിലെ ആകുമ്പോൾ വൈകും. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഒന്നി അമ്മ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അനിയൻ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഡെയിലി പോകുമായിരുന്നു, ഒരുമാതിരി പട്ടി ചന്തയ്ക്ക് പോകുമ്പോലെ പോയി. അതൊക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാനും കുറേ ഇങ്ങനെ കൈവിട്ട് പോയോ ദൈവമേ എന്നുള്ള ഒരു ചിന്തയായി. അതാണ് കാരണം വീട്ടിൽ അവർ ഇത്രയും എതിർപ്പ് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരാളെ ചൂസ് ചെയ്തു, കിട്ടാതായോ എനിക്ക്, ഞാൻ തെറ്റായ രീതിയിൽ ഒരാളെ ചൂസ് ചെയ്തോ എന്താണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മുടെ ചിന്താഗതികൾ അങ്ങനെ പല ഡിവൈഡായിട്ട് ഇങ്ങനെ റൂട്ട് മാറി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മുടെ ചിന്താഗതിയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് റെൻറ്റിന്. വേറൊരു വീട് റെൻറ്റിന് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതൊന്നും അറിയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ വീട്ടിലെ പട്ടി പ്രസവിച്ച് അമ്മ പറഞ്ഞ് അവരുടെ വീട്ടിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞാൻ വേറെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വേറെ ഹോസ്റ്റലിൽ പോയിരിക്കുന്നത്. അപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് അന്വേഷിക്കുമായിരുന്നു, അവൻ കണ്ണ് തുറന്നു എന്താണെന്ന് ഞാൻ അവിടുത്തെ നേഴ്സുമാരത്തൊക്കെ ചോദിക്കുന്നു. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് അവൻ്റെ കുറേ ഫ്രണ്ട്സുകളെല്ലാം കൂടി ഇൻവോൾവ് ആയിട്ട് എന്നെ കുറേ മാനസികമായിട്ട് പിരികേറ്റി. എനിക്ക് കാശിലുള്ള എൻ്റെ ഫ്രണ്ട്സ് കേസ് അത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ എനിക്ക് തരാനുള്ള കാശ് തരാതിരിക്കാൻ വേണ്ടിയിട്ട് നൈസിന് ഇവളെ സപ്പോർട്ട് ഇവളെ ഒന്ന് പിരികേറ്റി വിട്ട് എന്നുവെച്ചാൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ പറയണ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരും ഇല്ല. അപ്പൊ ഞാൻ ശരിയായിരിക്കും എന്ന് വിചാരിച്ചാൽ അച്ഛനെ വിളിച്ച് അതൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കൊടുത്ത് അതാണ് അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. എന്നുവെച്ചാൽ അച്ഛനെ വിളിച്ച് കാരണം എനിക്ക് അതിൻ്റെ ഇടയിൽ ഇവരെ കല്യാണം കഴിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലുലു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവന് ആക്സിഡൻ്റ് ആകുന്ന മുമ്പ് എൻ്റെ കൈക്കൊരു സർജറി ഒക്കെ നടന്ന് തേങ്ങ കുത്തി പൂളുന്ന ആ ഒരു സമയത്ത് ഇവരുടെ അച്ഛൻ്റെ അനിയത്തിക്ക് എന്ന് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിച്ചത്. പക്ഷേ എനിക്കാണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ ഇതൊക്കെ ഇവരുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഭയങ്കര അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. അത് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛൻ അറിയിക്കുമെന്ന് പറഞ്ഞത് ഞാൻ ശരിക്കും പറഞ്ഞ് അറിയിച്ചു പോയി. കാരണം ഇവരുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സത്യസന്ധതയാണെന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു. അപ്പോൾ സംഭവം ശരിക്കും കൂടെ വന്ന ഫ്രണ്ട്സൊക്കെ കാല് വാരി അതാണ്. എന്നിട്ട് ലാസ്റ്റ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഫ്രണ്ട്സ്, കാരണം ഫിറോസ് കുന്നംപറമ്പിൽ വന്ന സമയത്ത് ഞാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ച് ഞാനും വിളിച്ചു ഇവരുടെ അമ്മയും വിളിച്ചു, രണ്ട് സൈഡിൽ നിന്ന് വിളിച്ചു. പക്ഷേ എൻ്റെ കോളിൽ എനിക്ക് റെസ്പോൺസ് കിട്ടി വന്നു. പക്ഷെ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അനിയനുണ്ട്, എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഓർഫണാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് ഫിറോസ് കുമാർ വന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവർ വന്നപ്പോൾ ഇവർ കുറച്ച് ആളുകൾ 5-6 ആളുകൾ വരുമല്ലോ ഗൈസ്. എന്നുവെച്ചാൽ ഇവർ വന്നിട്ട് കുറച്ചൊരു വീട് നോക്കാൻ വേണ്ടി പോകും. കുറച്ചൊരു ഇങ്ങനെ വരും. വീട് നോക്കുമ്പോൾ വീട്ടിൽ ഓരോ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് പഗ് ഉണ്ട്, 5 പഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മക്കളെ പോലെ വളർത്തിയ ഒരാൾക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് വരുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ട് നമ്മൾ പഗ് പ്രസവിച്ച സമയത്താണ് നിഷു വന്നിട്ട് വളർത്താൻ വേണ്ടി ഇതാക്കി ഒരുപാട് നോക്കിയിട്ട് ഒരു ബാക്കിയുള്ള 4 കുഞ്ഞുങ്ങളും കിട്ടിയത്. നമ്മുടെ ആക്സിഡന്റ് ഫസ്റ്റ് സ്റ്റോറിയും ലവ് സ്റ്റോറിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ പിള്ളേർ വളർന്ന് വലുതാവും ചെയ്ത് 1 വർഷം ആയല്ല, ഇച്ചിരി വലുതാവും ചെയ്തപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴേക്കും ആ പഗ്ഗുകൾ എനിക്കും ഒഴിവാക്കാൻ താല്പര്യമില്ലാത്ത സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ പിടിച്ച് നിർത്തി നമ്മൾ വീട്ടിൽ. അപ്പോൾ ഇവർ വന്ന് കണ്ടപ്പോഴേക്കും പട്ടിനെ കണ്ടപ്പോഴേക്കും ഇവർക്ക് എന്തോ നമ്മൾ വീട് വലിയ വീടാണ്, നമ്മൾ ഇത്രയും മക്കളൊക്കെ താമസിക്കുമ്പോൾ അതിനനുസരിച്ച് റൂംസുള്ള വീട് കൊടുക്കുന്ന കേസ്. നമുക്ക് എങ്ങനെ പോലെ എത്ര വലിയ ചെറിയ വീടെടുത്താലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് 3 ബെഡ്റൂമോ 4 ബെഡ്റൂമോ നമുക്ക് വേണം. കാരണം ഇവര് 4 ആൺകുട്ടികളാണ്. അപ്പൊ ആൺപിള്ളേരെ ഇടയിൽ കയറി എനിക്ക് കിടക്കാൻ പറ്റുമോ? ഇല്ല. അനിയത്തി വലിയ കുട്ടിയായിക്കൊണ്ടിരിക്കുന്ന അനിയത്തിയെ പിടിച്ച് കിടത്താൻ പറ്റും ചേട്ടന്മാരാണെന്നും പറഞ്ഞിട്ട് ഇല്ല.
അപ്പം അതുപോലെ തന്നെ അനിയന്മാരും വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അവരുടേതായ പ്രൈവസിയും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം ഒരു മിനിമം 3 ബെഡ്റൂമുള്ള റൂം 3 ബെഡ്റൂം ഏറ്റവും ചെറുത് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അതിന് തന്നെ 10-20,000 രൂപ 13 രൂപ അങ്ങനെയൊക്കെ വാടക വരും. അപ്പോൾ നിങ്ങൾ വീട് കാണുമ്പോൾ മനസ്സിലാക്കുക വലിയ വീടാന്ന് വെച്ചിട്ട് ഒരു വലിയ പൈസക്കാരാന്ന് വിചാരിച്ചു അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. കാരണം ഞാനൊക്കെ ചില സമയം വിചാരിക്കും നമുക്ക് ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പാവങ്ങളെ സഹായിക്കുന്നത്. പക്ഷെ നമ്മൾ ഗതി പിടിക്കാറില്ല. ഈ സഹായിക്കാൻ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഗതി പിടിക്കില്ല. അതാണ് വേറെ സത്യം. അങ്ങനെ പിന്നെ ഇവരുടെ കൂട്ടുകാരും എല്ലാരും കൂടി ഇങ്ങനെ ഇതാക്കി ഫിറോസ് കുന്നമ്പ പറമ്പ് വന്നപ്പം ഞങ്ങൾ വീട്ടിൽ ഓൺ സ്പോട്ടിൽ 5-6 കോടി രൂപ വരും. പകുതി നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി അവർ കൊടുക്കും. നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ചെറുക്കൻ്റെ 1 കോടി കിട്ടും. ബാക്കി പൈസ അവർ കൊണ്ടുപോകുന്ന പറഞ്ഞവര് ഇവര് ലക്ഷങ്ങളും അല്ല കോടിക്കണക്കാണ് പറഞ്ഞത്. അത് കോടിക്കണക്കാണത് 5-6 കോടി രൂപ വരും. അതില് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് 1 കോടി രൂപ ചെറുക്കൻ്റെ ഇട്ടിട്ട് ബാക്കി പൈസ കൊണ്ടുപോകുന്ന പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഇവര് ഫിറോസ് കുന്നാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഫണാണല്ലോ, അപ്പൊ എന്റെ അക്കൗണ്ടും ഡീറ്റെയിൽസും മതി എന്ന് പറഞ്ഞു. ആ പേരിൽ ഞങ്ങള് വീട്ടില് അനിയനും ഞങ്ങളൊക്കെ തമ്മിൽ അടിയായി ലാസ്റ്റ്. കാരണം ഇവരുടെ അക്കൗണ്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞു എൻ്റെ അക്കൗണ്ട് വേണ്ട, അവരുടെ അക്കൗണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. ലാസ്റ്റ് അതും പോയി. ഫിറോസ് കുറുമ്പ അങ്ങനെ മുങ്ങി. ഈ സർജറി സമയം മെന്റലി കിടക്കുമ്പോൾ ഈ പയ്യന്റെ എല്ലാ ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ഒച്ചപ്പാടുണ്ടായിട്ട് 1 ലക്ഷം രൂപ ചെക്ക് കൊടുത്തിട്ടാണ് പോയതാണ്. വേറെ ഒന്നുമില്ല, 1 ലക്ഷം രൂപ ചെക്കിന്റെ കയ്യിൽ കൊടുത്തിട്ട് പുള്ളി പോയി. അത് വേറെ കാര്യം. പൈസ നിട്ടില്ല എന്നല്ല, പൈസ നിട്ടു പുള്ളി. ആ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അങ്ങ് മുങ്ങി. പുള്ളി അങ്ങനെ പോയി എന്നല്ല, പിന്നെ പുള്ളി തിരിച്ചു വന്നിട്ടില്ല. അതാണ് പുള്ളി അങ്ങനെ മുങ്ങി. പിന്നെ നമ്മൾ ചാറ്റി പുറത്താണ് കുറ്റം പറയാൻ വിചാരിക്കരുത്. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റി എന്ന് പറയുന്നത് ബിസിനസ്സാണ് ശരിക്കും പറയുന്നത്. കാരണം നമ്മളെ പോലെ ഒരു പേഷ്യൻസ് ആദ്യം എന്ന് വെച്ചാൽ ഫിറോസ് കുന്നം പറയുമ്പോ എനിക്കൊന്നും ആ ഫസ്റ്റ് ടൈമൊക്കെ നല്ല ഹെൽപ്പ് എല്ലാവരെയും ഹെൽപ്പൊക്കെ ചെയ്യണില്ല. പക്ഷെ പച്ച പിടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ആളും മാറി. കാരണം ഇത് പറയാൻ വേറെ കാണുന്നുണ്ട്. ഇത് ഞാൻ എന്റെ ബാക്കിയുള്ള സർജറി ചെയ്യാൻ വേണ്ടി ഞാൻ ചാറ്റ് പരമായിട്ട് ഒരുപാട് ഹെൽപ്പ് ചോദിച്ചു പോയിട്ടുള്ള ഈ പ്രശ്നം കഴിഞ്ഞ് ഞാന് ഒരു ദിവസം വർക്കൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുമ്പോ ആർജയെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഞാൻ വീട്ടില് പോവാൻ വിചാരിച്ച് പേടിച്ചിരിക്കണം. കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായി വീട്ടിൽ നിന്ന് കയറാൻ പാടില്ല. ഞാൻ കണ്ണൂർന്ന് ബോധം വന്ന സമയത്ത് ഫസ്റ്റ് ചോദിച്ചത് ഇവളെയാണ്. ഇവളെന്തിനാ ചോദിച്ചത് ഫസ്റ്റ്. അതെന്റെ അമ്മയും പറയും, എൻ്റെ അനിയന്മാരും പറയും, അവിടുത്തെ ഡോക്ടറും പറയും, എല്ലാവരും പറയും. ഇവിടെ ഞാൻ ഫസ്റ്റ് അന്വേഷിച്ചത് നിഷു എന്ത് ചെയ്യുന്ന ഫസ്റ്റ് അന്വേഷിച്ചത്. എനിക്ക് ആക്സിഡന്റ് ആയപ്പോൾ എനിക്ക് പേടി എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പേടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ പേടി ആദ്യം ഇവിടെ ആയിരുന്നു. എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ കൊണ്ടാക്കുമ്പോൾ പോയതാണല്ലോ. അപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പേടിച്ചിട്ട് ഞാൻ ചോദിക്കണം ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കുഴപ്പമൊന്നും അവൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അവൾ സേഫ് ആണെന്നൊക്കെ കൊണ്ട് പറഞ്ഞു നല്ലത് ഇതാക്കിയില്ല. പിന്നെ നമ്മൾ ഡിസ്ചാർജ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു അയ്യോ 2 ദിവസമായാലും ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി പോയി, ആള് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരെ വീട്ടിൽ പോയി എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹം പേടി ഭയങ്കര ആഗ്രഹം ഒരു ത്വരയാണ്, പക്ഷെ പേടിയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു, ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുപോയി എനിക്കൊന്ന് കാണണം. അപ്പൊ എനിക്കൊരു സപ്പോർട്ടിന് എന്റെ കൂടെ വരൂ എന്ന് ചോദിച്ചു. കംപ്ലൈന്റ് എന്നല്ല എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ എന്താണ് നടന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്, ഞങ്ങൾ ലീഗലി ഇങ്ങനെ ജസ്റ്റ് താലി കെട്ടിയിട്ടുള്ളൂ, ലീഗലി മാരീഡ് അല്ല. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം കേട്ടൊരു പെണ്ണുമ്പോൾ അടുത്തിരുന്നിട്ട് പരാതിയായിട്ട് എഴുതി. ലാസ്റ്റ് അവരുടെ അമ്മേനെ അനിയനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ശരിക്കും നമ്മൾ പോലീസിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു പോയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ആവുമെന്ന് ഞാൻ എൻ്റെ ജന്മത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ ചോദിച്ചത് എനിക്കൊരു സപ്പോർട്ട് എനിക്ക്, കാരണം നമ്മളെ കൂട്ടത്ത് ഇപ്പൊ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനെ അമ്മേനെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കുടുംബക്കാരെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പേര് വരെ പറയും, ഞാൻ മടിക്കത്തില്ല. എൻ്റെ ചേച്ചി സുജാത എന്ന് പറയും, ഇപ്പം വീണ്ടും കല്യാണം കഴിച്ച ചേച്ചിയാണ്. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് എടുത്ത വായി പറഞ്ഞു അവൻ മരിക്കാനേ മരിച്ചോട്ടെ, നിനക്ക് അതിനുള്ള പ്രായമില്ല വേറെ കല്യാണം കഴിക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരു ഡയലോഗും കൂടി കേട്ടതോടെ ഞാൻ വിചാരിക്കുകയാണ് ഇവരുടെ അമ്മയൊക്കെ പറയുന്നത് തെറ്റില്ല. എൻ്റെ കുടുംബക്കാർ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ എന്നെ അന്വേഷിച്ചോ അല്ലെങ്കിൽ നീ ഒരു കല്യാണം കഴിച്ചു, എങ്ങനെയാണ് അവൻ്റെ ഫാമിലി
എന്ന് പോലും ചോദിച്ചാൽ എനിക്ക് ശരിക്കും കുടുംബക്കാരുടെ ആവശ്യമില്ല, നിനക്ക് ആവശ്യമുണ്ടോ? എനിക്ക് ഒരൊറ്റ ആവശ്യമില്ല, ഒറ്റ വേണ്ട ഞാൻ എന്റെ കുടുംബക്കാർ ചവിട്ടി പുറത്താക്കിയിട്ട് സമാധാനം ജീവിക്കുന്ന ആളാണ്. കാരണം എനിക്ക് വലിയ ഇതൊന്നുമില്ല, കാരണം നമുക്ക് ഉപകാരമില്ലാത്ത ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി വിടുന്നതാണ് നല്ലത്. വെറുതെ പണി നിങ്ങളുടെ അനുഭവം ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ അപ്പൊ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് കുടുംബത്തിൽ നിന്ന് ആരെയും വിളിക്കാൻ വേണ്ടിയും പറ്റത്തില്ല. കാരണം ഇങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മളെ കൂടെ നിൽക്കും, നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് പോലീസിന്റെ ഹെൽപ്പ് ചോദിച്ചത്. പോലീസ് ആണെങ്കിൽ 8ന്റെ പണിയും തന്നു. കംപ്ലൈന്റ് ആക്കി എടുത്ത് അതും അമ്മയ്ക്കൊരു അടിയായി പോയി. അനിയനും ഇവര് ആരും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കും, ആരും പ്രതീക്ഷിക്കുന്നില്ല. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരിങ്ങനെ ചെയ്യൂന്ന്. അങ്ങനെ അതൊരു ഇഷ്യൂ ആയി. ലാസ്റ്റ് വീട്ടിൽ പോയി കണ്ട സമയത്താണെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എവൻ വയ്യ കിടന്നവൻ്റെ വായിൽ നിന്ന് ഞാൻ വേറെ പോയി, ഞാൻ വണ്ടി ഇടിപ്പിച്ച്, അങ്ങനെയുള്ള ടോക്കൊക്കെ ഇവന്റെ വായി തോന്നും. കാരണം എന്താണ് സത്യം എന്ന് അറിയാതെ ആർജി എന്നെ കൊറേ പഴിച്ചു. അപ്പോഴൊക്കെ ശരിക്കും ഞാൻ പ്രാഗിട്ടു. ഞാൻ പറഞ്ഞു നീ എന്നെ അതാക്കി ഇതാക്കി, നീ ഒരു കാലം ഇത് പിടിക്കില്ലടാ തെണ്ടി നാളെ ചേട്ടേ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഞാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രയും നാള് കാണണമെന്ന് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ത്വര കൊണ്ട് ഇങ്ങനെ നടന്ന ഞാൻ ഇവന്റെ വായി കേൾക്കുന്നതാ. അപ്പൊ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ നടക്കുന്നത്. എനിക്ക് ശരിക്കും ഹേർട്ടായി. എന്റെ സിറ്റുവേഷൻ എനിക്ക് നോക്കുമ്പോ ഇവള് കൂടെ നിൽക്കാതെ വീട്ടിൽ നിന്ന് പ്രശ്നം ഇറങ്ങി ഇവിടെ പോയ ഇവള് പോലീസിന് കൊണ്ട് വരുമ്പോ നമുക്ക് അതിന് ഇതാവൂലേ. അപ്പൊ ഞാൻ കിടപ്പാണ് വീട്ടിൽ ഇപ്പോഴും. കാരണം ബോധം പറഞ്ഞാൽ കുറെ നാളെടുത്ത് കുറെ നാൾ കഴിച്ചിട്ട് ബോധം വരുന്നത്. ബോധം വരുമ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞു, എത്രയും നാളായിട്ട് ഇവള് ഇതാക്കിട്ടില്ലെന്നാണ് ഞാൻ ഇവിടെ ഇത്രയും പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കില്ല. കാരണം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തായാലും ഞാൻ എപ്പോഴും ആർജയ്ക്ക് വണ്ടി ഉണ്ടെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയ വീട്ടിലാണ് ജീവിക്കുന്നതെന്നോ പൈസ ഉണ്ടെന്നോ ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ആർജ പറയട്ടെ, ആർജയെ ഞാൻ ഒരു മിഠായി കൊണ്ട് പോലും ഞാൻ സ്നേഹിക്കുന്ന സമയത്തോ എൻ്റെ ഫ്രണ്ട് അയക്കുന്ന സമയത്തോ എനിക്ക് തരാമെന്ന് പറഞ്ഞ പോലും ഞാൻ ഉപേക്ഷിക്കും എന്നല്ലാതെ ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. സത്യമാണ്. എനിക്ക് ഇതിനു മുമ്പുള്ള അഫെയറിലും അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇല്ലേ, ആർജയ്ക്ക് അറിയാം, ആർജ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങോട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ പറ്റിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു, ഫുൾ പ്രശ്നങ്ങളായിരുന്നു. പ്രശ്നങ്ങൾ വെച്ചാൽ ലൈഫിൽ എന്റെ ഒരു ഇതിന് ലാംഗ്വേജ് പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ ആർജന്റെ സെക്കൻഡ് സർജറിക്ക് വേണ്ടി ഞങ്ങള് ഒത്തിരി കഷ്ടപ്പെട്ടു. ബോധമൊക്കെ വന്നിട്ടും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വന്ന് അതിന്റെ ഇടയ്ക്ക് ആർജയ്ക്ക് 5ാം പനി പിടിച്ചു. അയ്യോ, അത് ഭയങ്കര ഇതായിരുന്നു. വീട്ടിലെത്തിയിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ ആർജയ്ക്ക് ട്രക്കസ്റ്റമൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കഞ്ഞിയൊക്കെ ഇങ്ങനെ അരച്ച്, കാരണം അമ്മ പൊടിയരി കഞ്ഞി വെച്ചിട്ട് ചമ്മന്തി എരിവില്ലാത്ത വെറുതെ ചുമ്മാ ചമ്മന്തി ഉപ്പും മാത്രം. നമ്മൾ ശരിക്കും വെറുത്തു ആ സമയത്ത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നാമത്തെ മെയിൻ കാര്യം ഈ ബോധം പോയിട്ട് ഓർമ്മ കിട്ടാതെ മനുഷ്യന് പ്രാന്താവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ആ സിറ്റുവേഷനിൽ ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആളറിയാതെ തിരിച്ചറിയാതെയും ഓർമ്മ അമ്മേന്റെ കവള് കടിച്ചിട്ട് അമ്മേന്റെ അടുത്ത് ഉമ്മ ചോദിച്ചതാണ്, അമ്മ മോനല്ലേ ഇത്രയും മാസം ബോധമില്ലാതെ കിടന്ന് പെട്ടെന്ന് കണ്ണു തുറന്നിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ ഏതൊരമ്മയ്ക്കും മക്കളുടെ അടുത്തുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു ഭയങ്കര ഇതായിരിക്കുമല്ലോ. അമ്മ ഉമ്മ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പിടിച്ച് കടിച്ചു. ഞാൻ അമ്മയെ പിടിച്ച് ഒരുപാട് കടിച്ച് ഇതാക്കി. അമ്മയുടെ കൈ പിടിച്ച് കടിച്ച് ഇതാക്കിയിട്ടുണ്ട്. അനിയത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അല്ലേ, അനിയത്തിനെ ഉപദ്രവിച്ചിട്ട് മാത്രമല്ല, അനിയത്തിന്റെ ഫ്രണ്ടിൽ തുണിയെല്ലാം പറിച്ചു കളയും. അനിയത്തി കുഞ്ഞാണല്ലോ, അവളുടെ ഫ്രണ്ടിൽ ഉടുത്തിക്കുന്ന തുണിയെല്ലാം പറിച്ച് ദൂരെ കളയുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു അനിയത്തി. പിന്നെ അവളും കണ്ടു നമ്മളെല്ലാരും ഇതൊക്കെ കാണണം. അപ്പൊ അവളും തിരിച്ചു പുതച്ചു കൊടുക്കുക. ഇടയ്ക്ക് പറയും എനിക്ക് തണുക്കണ്, ഇടയ്ക്ക് പറയും ചൂടെടുക്കണ്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് സർജറി ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊന്ന് ഫിറോസ് കുന്നമ്പറമ്പിന്റെ വീട്ടിൽ നിങ്ങൾ തന്നെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. 10-11 പ്രാവശ്യം ആർജയുടെ അമ്മയും കൂടി അവന്റെ വീട്ടിൽ പോയി കിടന്നു. സെക്കൻഡ് സർജറി കഴിഞ്ഞ് വീണ്ടും ചികിത്സ വേണമെന്ന് പറഞ്ഞ സമയത്ത്, സെക്കൻഡ് സർജറി സമയത്ത് നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ടു. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് ബോധം വന്നപ്പോഴേക്കും ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് നമ്മളവിടുത്തെ MLA പോയി കാണും, മമ്മി ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരുപാട് വർഷമായിട്ട് പുള്ളി അവിടെ ഭരിക്കുന്ന ആളാണ്, നല്ല മനുഷ്യനെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വീഡിയോ സ്റ്റേഷൻ പുള്ളിയാണ് ഞങ്ങൾ സമ്മതിക്കണം. നമ്മളന്ന് ഹെൽപ്പ് വെച്ച് പോയപ്പോഴേക്കും പുള്ളി അമ്മയുടെ കരച്ചിൽ പുള്ളിക്ക് സങ്കടമായി. പുള്ളി അവസാനം പുള്ളി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞ്
അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഫണ്ടൊക്കെ വക്കീലിൻ്റെ അടുത്തൊക്കെ വാങ്ങിച്ചു. പിന്നെ പുള്ളി കുറച്ച് ഫണ്ട് തന്ന് സഹായിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ പുള്ളിയും കൊടുത്ത് സഹായിച്ചു അല്ലേ. അങ്ങനെ പിന്നെ പുള്ളി കുറച്ച് സ്പോൺസേഴ്സിനൊക്കെ വിളിച്ച് സംസാരിച്ച് അവരവർ ചെക്ക് ചെയ്ത് തന്ന് അങ്ങനെ ഒരുപാട് ആളുടെ ഹെൽപ്പൊക്കെ ഉണ്ടാക്കിയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ കുറേ ആളുടെ ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് സർജറി ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കേണ്ട. പക്ഷേ ഈ സെക്കൻഡ് സർജറി ചെയ്യുന്ന സമയത്തെങ്കിലും ഹോസ്പിറ്റലിൽ നമുക്ക് ബോണൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവന്റെ ബോണ് ആക്ച്വലി കണ്ടിട്ടില്ല. അതിന്റെ തലയോട്ടി കാരണം മൊട്ടത്തോട് പൊട്ടും പോലെ ഇങ്ങനെ പുരുകുരുകുരുരാ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ബോണ് തിരിച്ചു വെച്ചാൽ ജോയിന്റ് ആവത്തില്ല, അല്ലെങ്കിൽ ജോയിന്റ് ചെയ്ത് വെച്ചാൽ അത് കംപ്ലൈന്റ് ആവും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു വാക്ക് പറഞ്ഞെങ്കിൽ അന്നേ നമ്മൾ സർജറിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ബോൺ വെച്ചാൽ ഇത്രയും കഷ്ടപ്പാട് ഇപ്പം വരത്തില്ലേ. സത്യമായിട്ടും അന്ന് ആർട്ടിഫിഷ്യലായിട്ട് ബോംബ് വെച്ചിട്ട് തലയിൽ ആർട്ടിഫിഷ്യലായിട്ട് തലയോട്ടി ഉണ്ടായേനെ. അത് അന്ന് വെക്കാൻ അവർ അങ്ങനത്തെ കാര്യം ഡോക്ടർ പറഞ്ഞു പോലുമില്ല. അവർ ആ തലയോട്ടിന് വെച്ചാൽ മതി കൊണ്ട് തിരിച്ച് വെക്കുകയാണ് ചെയ്തത്. ഇത് ഹോസ്പിറ്റലിലെല്ലാം ചെയ്യുന്ന ഒരു ട്രിക്കാണെന്ന് സംശയമുണ്ട് കേസ്. കാരണം ഒരു തലയോട്ടി പൊട്ടിക്കഴിഞ്ഞാൽ അവർ സർജറി ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമർ ആയാലും വേറെ തലയുടെ അസുഖം പ്രശ്നം വന്ന് റിമൂവ് ചെയ്തിട്ട് ആ തലയോട്ടി തിരിച്ചു വെച്ചാൽ തലയോട്ടി ജോയിന്റ് ആവൂല. ഒന്ന് ബോഡിയിലല്ല ബോൺ വെച്ചിരുന്നത്, സെക്കൻഡ് ബോൺ വെച്ചിരുന്ന ഫ്രീസറിലാണ്. അപ്പം ഇത്രയും ഒരുപാട് നാളുകളോളം അങ്ങനെ ഫ്രീസറിലിരിക്കുന്ന സാധനം പിന്നെ തലയിൽ വെച്ചാൽ ജോയിന്റ് ആവൂല. അത് ഒരുപാട് നാല് ഫ്രീസറിലിരുന്ന സാധനമായാലും വരില്ല, വയറ്റിൽ വെച്ച സാധനമായാലും വരില്ല, തിരിച്ചു വെച്ച ജോയിന്റ് ആവൂല. തലയോട്ട് ഒരിക്കലും ജോയിന്റ് ആവൂല. അതാണ് എൻ്റെ വേറെ സത്യം. അതൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞത്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ അന്വേഷിച്ച് പഠിക്കാനൊക്കെ നോക്കിയപ്പോഴും ഒരുപാട് വേറെ ഡോക്ടേഴ്സ്മാരുടെ റിസർച്ചൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് സംഭവം ഈ തലയോട്ടി ജോയിന്റ് ആവൂല. പൊട്ടിക്കഴിഞ്ഞാൽ പോയത് തന്നെയാണ്, തിരിച്ചു വെച്ചാൽ ജോയിന്റ് ആവൂല. ഇവർ ജോയിന്റ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് വെപ്പിക്കണത്. ഇപ്പോഴും പലയിടത്തും ഞാൻ എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം പലയിടത്തും ഞാൻ പല ആളുകളും കണ്ടിട്ടുണ്ട്. എന്നെ പോലത്തെ ആക്സിഡൻറ്റ് തല പോയിട്ട് തിരിച്ചു വെച്ചവരൊക്കെ ആരെയും ജോയിന്റ് ആയിട്ടില്ല, ജോയിന്റ് ആവൂല ഗൈസ്. എന്ന് വെച്ചാൽ തലയോട്ട് ഒട്ടി വളരൂല. വീണ്ടും കയ്യോ കാലിൻ്റെ എല്ല് പോലും വളർന്ന പോലെയല്ല തലയോട്ട് വളരൂല. അതാണ് എൻ്റെ സത്യം. ഈ സത്യം ഒരു ഡോക്ടർമാർ പറഞ്ഞില്ല. കാരണം ഇവർക്ക് എങ്ങനെ വീണ്ടും സർജറി ചെയ്താൽ തലയോട്ട് വെക്കണം. തലയോട്ട് വെച്ച ശേഷം തലയോട്ട് വെച്ചിട്ടുണ്ടോ തലയോട്ട് കംപ്ലൈന്റ് ആയി മാറ്റിയിട്ട് അവസാനം 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ തലയോട്ടയൊക്കെ ചുരുങ്ങാൻ തുടങ്ങി. ചെറിയ ചെറിയ കുഴു, ആദ്യം ഒരു കുഞ്ഞു ഇവിടെ വന്നു, പിന്നെ അങ്ങനെ കുഞ്ഞു വന്നു. പിന്നെ നമ്മളെ ഫസ്റ്റ് സർജറി കഴിഞ്ഞ സമയത്താണ് നമ്മൾ പട്ടിയെ പ്രസവിക്കണല്ലേ നിഷു? പട്ടി പ്രസവിക്കുന്നത് നമ്മൾ വീട്ടിലേക്ക് വന്ന ശേഷം വീട്ടിലേക്ക് വരുന്ന കുറച്ച് മുന്നേ പട്ടി പ്രസവിച്ചു തുടങ്ങി. അങ്ങനെ വീട്ടിലേക്ക് വീട്ടിലേക്ക് നിഷു വീണ്ടും വന്നു. അങ്ങനെ പട്ടി പ്രസവിച്ചു തുടങ്ങി. വീണ്ടും പ്രസവിച്ച കുഞ്ഞുങ്ങളെല്ലാം ചത്തു. അത് ഒരു കുഞ്ഞു മാത്രം ജീവൻ മാത്രം കിട്ടി. അത് കിട്ടിയതിന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അത് പോയതിന് ഞാൻ CPR അടിച്ച് ഊതി കിട്ടിയതാണ്. അതിനെ ഞാൻ കുട്ടി റോക്സി എന്ന് വിളിക്കുമായിരുന്നു. അതിൻ്റെ റോക്സിനാണ്. അപ്പോൾ അവളെയും കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ പട്ടികളൊന്നും കൊടുക്കാൻ തൊട്ട് താല്പര്യമില്ല കേസ് ശരിക്കും പറഞ്ഞാൽ. പട്ടീനെ കൊടുക്കുമ്പോൾ ആർജയും കരഞ്ഞ് കൊടുത്ത പട്ടികൾ ഗേറ്റ് കഴിഞ്ഞ് വണ്ടി പോകുന്നത് വരെയും പട്ടികളെ നോക്കുന്നുണ്ട്. അവർക്ക് നമ്മളെ പിരിയുമ്പോൾ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ആണ് വേറൊരു സിറ്റുവേഷൻ, വേറെ മെയിൻ പ്രശ്നം. പിന്നെ സെക്കൻഡ് സർജറിക്ക് കയറ്റുന്ന മുന്നായിട്ട് പട്ടിയൊക്കെ പ്രസവിച്ച സമയത്ത് ശ്രുതി അപ്പം എന്നോട് വീട്ടിലുണ്ട്. പിന്നെ ഡോക്ടറിന്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു, ഇങ്ങനെ അനിമൽസിനെ ഒന്നും വെക്കരുത്, അനിമൽസിനെ അടുത്ത് വളരാൻ പാടില്ലെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ പട്ടികളെ കെട്ടി വളർത്തൂല്ലോ, നമ്മൾ കെട്ടിടാതെ അയച്ചിട്ട് വളർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് പിള്ളേരെ കാര്യം കൊടുത്തു വിട്ടു. പിന്നെ പിള്ളേർ തിരിച്ചു വാങ്ങിച്ചു തോന്നുന്നല്ലേ എല്ലാരും. പിന്നെ തിരിച്ചു സെക്കൻഡ് സർജറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പപ്പീനെ കാണുന്നു. അങ്ങനെ കൊടുത്തതിനെല്ലാം തിരിച്ചു വാങ്ങിച്ച് വീണ്ടും നമ്മൾ അഡോപ്റ്റ് ചെയ്ത് പട്ടീനെ. പൈസ ഒന്നും വാങ്ങിച്ചില്ല, ഫ്രീ ആയിട്ട് അഡോപ്ഷൻ ആയിരുന്നു. ഫുൾ ബ്ലാക്ക് പപ്പീസ് ആയിരുന്നു. ഒരാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോക്ലേറ്റ്. ബാക്കി എല്ലാവരും ബ്ലാക്ക്. ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബിസ്ക്കറ്റ് കളർ. ബാക്കി എല്ലാം പകും ബ്ലാക്ക് ആയിരുന്നു. എല്ലാം പ്യുവർ ബ്ലാക്ക് ആയിരുന്നു. ഇങ്ങനെയുള്ള ബ്ലാക്ക് അല്ല, പ്യുവർ ബ്ലാക്ക്. നല്ല അതിലാണ് ഒരുത്തനാണ് ബ്രൂണോ. അവൻ എന്റെ മെയിൻ പെറ്റാണ്. ചെരുപ്പിട്ട് അടിച്ചാൽ 20 അടി കൊള്ളും. എന്റെ അടുത്ത് ഒരുപാട് അടി കൊണ്ടിട്ടവൻ പാവമാണ്. പക്ഷെ അവൻ എന്നെ ഭയങ്കര കാര്യമാണ്. അവനെ കൊണ്ടുപോയപ്പോ അവനെ അറിയായിരുന്നു. കാരണം ഉള്ളില് വലുത് അവൻ തന്നെയാണ്. അവനാണ് മൂത്തത്. അത് വേറെ കാര്യം. ഉള്ളില് വലിയ മൂത്ത പട്ടി അവനാണ്. അവൻ ഗേറ്റ് കടന്ന് ആ ചെറുക്കന്റെ കയ്യിൽ നിന്ന് വണ്ടിയിൽ വെക്കുന്നവരെ കണ്ണ് തിരിഞ്ഞിട്ടില്ല, തലയും തിരിച്ച്. ഇതിനെ നമ്മള് സെക്കൻഡ് ഫ്ലോറിലാണ് റൂം. അവിടെ ഇരുന്ന്
രണ്ടുപേരും മുഖാമുഖം നോക്കിയിരുന്ന് കരഞ്ഞു. ഞാൻ ബാൽക്കണി നോക്കിയിരുന്ന് കരഞ്ഞോണ്ടിരിക്കാൻ അവൻ പോകുന്ന സമയത്ത് ഒരുപാട് വിഷമിച്ച് കഴിച്ചിരിക്കും. കാരണം അവനെ കൊണ്ടുപോയി. അതുപോലെ തന്നെ എല്ലാ പേരും അങ്ങനെ തന്നെ. പക്ഷെ റോക്സിക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു. റോക്സി നോവയൊക്കെ ആരെ കണ്ടാലും പെട്ടെന്ന് മിങ്കിളാവും രണ്ടുപേരും. പക്ഷെ കോക്കോ, ബ്രൂണോ, കുഞ്ഞു റോക്സി എല്ലാരും ഇച്ചിരി സീനായിരുന്നു. ഈ ബ്രൂണോയും കോക്കോയും ഇച്ചിരി പണിയാണ്. രണ്ടുപേരും സംസാരിക്കും. കോക്കോ ഒരുപാട് സംസാരിക്കും, ബ്രൂണോ എന്നോട് സംസാരിക്കും. പക്ഷേ നമ്മൾ ഒരുപാട് കൊഞ്ചിച്ച് ലാളിച്ച് ഇതാക്കി ഒരുപാട് ഇതായി. മറ്റുള്ള രണ്ടുപേരും ഇതാവുന്നല്ല, അവർ രണ്ടാൾക്കും നമ്മൾ ഇഷ്ടമാണ്, ഇല്ലാന്ന് പറയുന്നില്ല. 4 പേരും ഒരുമിച്ച് നിൽക്കുന്നവരാണ്. പക്ഷെ എങ്കിലും നമ്മൾ കൂടുതൽ അട്രാക്ഷൻ കാണിക്കില്ല. അതില് ബ്രൂണോ എന്റെ കൂടുതൽ എന്തെങ്കിലും പരാതിയാണെന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങോട്ട് കടന്നു സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് ശരിക്കും വന്നാല് പട്ടികളൊക്കെ കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ സർജറിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ആ സർജറി കഴിഞ്ഞ സമയത്ത് മര്യാദ കഴിഞ്ഞപ്പോഴേക്കും വേറെ നമ്മള് വീടും മാറി. മറ്റേ വീട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വീട് മാറി. കാരണം ഓണർ നമ്മളറിയാതെയൊക്കെ അടുക്കള വഴി കയറി വരും, നമ്മുടെ ഗ്യാസ് യൂസ് ചെയ്യുക, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ. ഓണർ ഒരു പോലീസുകാരനായിരുന്നു. അങ്ങേര് വഴി മെയിനായിട്ട് വെറും ഒരു അലവലാതി കോഴിയൊക്കെ ആയിരുന്നു. നമുക്ക് ശരിക്കും നമ്മൾ വീട്ടിലുള്ള സമയത്ത് അടുക്കളയ്ക്ക് വേറെ വാതിലുണ്ടായിരുന്നു. പക്ഷേ ബാക്കിൽ വർക്ക് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ഏരിയക്ക് സെപ്പറേറ്റ് ഗേറ്റ് ഒരു വാതിലുണ്ട്. ഇങ്ങനെ അതുവഴി വന്ന് സ്വന്തമായിട്ട് അടുക്കള കുക്ക് ചെയ്യുക അങ്ങനത്തെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്ത് നൈസിന് ആ വീട് മാറാൻ പ്ലാൻ ചെയ്തു. ഇങ്ങനെ അവസാനം വീട് മാറാൻ നോക്കിയപ്പോൾ അഡ്വാൻസ് തിരിച്ചാൽ ഇയാൾക്ക് തരാൻ വയ്യ. അവസാനം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ഇയാളുടെ കയ്യിൽ. ഇയാൾ അന്ന് കളമശ്ശേരിയിൽ പോലീസുകാരനായിരുന്നു. ഇയാളുടെ കയ്യിൽ നമ്മൾ വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്ന പൈസ തിരിച്ച് വാങ്ങാൻ, അഡ്വാൻസ് പൈസ ഫുള്ള് വാങ്ങണത്. പിന്നെ സെക്കൻഡ് സർജറി സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ ഇവിടുന്ന് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തില്ലേ. പിന്നെ പാർട്ടിപരമായിട്ട് അവരും സപ്പോർട്ട് പാർട്ടിപരമായിട്ട് പറയാൻ പറ്റില്ല. വീഡിയോ സ്റ്റേഷന്റെ പുള്ളിയുടെ പേഴ്സണലി പുള്ളി സപ്പോർട്ട് ചെയ്ത് നമ്മളെ. പുള്ളി ഒരിക്കലും പാർട്ടിപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു പാർട്ടിയിലും ബന്ധത്തിലും ഒരു ഇതിനും പോകാറില്ല. കേസ് ഒരു ഇതിനും പോകാറില്ല എവിടെയും. അപ്പൊ പാർട്ടി എവിടെയും പോകാറില്ല. ശരിക്കും പറഞ്ഞാല് ഞാനും വോട്ട് ചെയ്തിട്ടില്ല. കേസ് എനിക്കിപ്പോ കറക്റ്റ് എത്ര വയസ്സായി? 29 കഴിഞ്ഞ് 30 വയസ്സ് കൂടി. 30 വയസ്സായിട്ട് ഞാൻ ഇന്നലെ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മറ്റേ വോട്ടർ ഐ ഡി കാർഡൊക്കെ എടുത്താണെങ്കിലും ഞാൻ ഇന്നവരെ വോട്ട് ചെയ്തിട്ടില്ല ആർക്കും. ചെയ്യൂല കേസ്. എനിക്ക് താല്പര്യം. വോട്ടർ ഐ ഡി കിട്ടിയത് അതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയില്ല. അതോടെ കാര്യം ഇനി ചെയ്യുന്ന പക്ഷെ ഞാൻ ആരും ചെയ്തിട്ടില്ല. കാരണം പാർട്ടിയുമായിട്ട് നമ്മൾ ആരും നോക്കൂല. പക്ഷെ പുള്ളി പാർട്ടിയുമായിട്ടല്ല, അല്ലാതെ പുള്ളി ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ഹെൽപ്പായി പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലേ അന്ന് പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് നമ്മളെ ആ സമയത്ത് സെക്കൻഡ് സർജറി സമയത്ത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. പിന്നെ വക്കീലിൻ്റെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ വക്കീൽമാർ ഒരുപാട് പൈസ സഹായിക്കും. അത് നമുക്ക് കേസ് അവർക്ക് നമ്മുടെ കേസ് സ്ട്രോങ് ആയിട്ട് വായിച്ച് പൈസ വാങ്ങിക്കാമെന്ന് അറിയാം. അങ്ങനെ അവർ സഹായിക്കും. അവരുടെ പൈസയൊക്കെ കോടതി അവർക്ക് കിട്ടി. അതേ കാര്യം. പിന്നെ എന്നുവെച്ചാൽ മെയിനായിട്ടും സെക്കൻഡ് സർജറി കഴിഞ്ഞ സമയത്ത് നമ്മൾ പട്ടിനെയൊക്കെ വിറ്റ സമയത്ത് എനിക്ക് സർജറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പട്ടീനെ വിറ്റ വിഷമം. പിന്നെ ഈ സംഭവം ഡോക്ടർക്ക് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പട്ടീനെ അടുത്ത് വളർത്താൻ പാടില്ല, അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ടായിരിക്കും വീട്ടുകാർക്ക് കൊടുത്തത്. വീട്ടുകാർക്ക് ഞാൻ പട്ടാ വിറ്റത് എന്നൊക്കെ ഡോക്ടറിനോട് പറഞ്ഞു. പിന്നെ സർജറി സമയത്ത് വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി വിഷമത്തോടെ സർജറി സമയത്ത് കയറാൻ പാടില്ല, നിനക്ക് ഹാപ്പിയായിട്ട് കോൺഫിഡൻസ് വേണം. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഗൈസ്. നിങ്ങൾക്കൊക്കെ സർജറി സമയത്തൊക്കെ കയറുന്ന സമയത്ത് എന്ത് സർജറിക്കും ഡോക്ടർമാർ മാക്സിമം അവർക്ക് പറ്റുന്നതിന് ട്രൈ ചെയ്യും. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ്, നമ്മളൊരു ഹാപ്പി ആയിട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഫ്ലോപ്പായി പോകും. പക്ഷേ സർജറി കഴിഞ്ഞ് നമ്മുടെ കാര്യം കട്ടപ്പൊകിയാവും. ആ കാര്യം മനസ്സിലാക്കാം. സത്യമായിട്ടും നമ്മൾക്കൊരു കോൺഫിഡൻസോട് നമ്മൾ ഒന്നും സംഭവിക്കില്ല. നമ്മൾ തിരിച്ചു വരുന്ന ധൈര്യമായിട്ട് പോയാൽ ഒന്നും സംഭവിക്കില്ല. കാരണം അന്ന് ഞാൻ സർജറി കയറുമ്പോൾ സർജറി കയറുന്ന അന്നത്തെ ദിവസം രാവിലെ എന്നൊക്കെ സർജറി കയറുന്ന സമയത്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റൽ വെച്ചാൽ ഓപ്ഷൻ തിയേറ്ററിൽ വെച്ച് തിയേറ്ററിലെത്തുമ്പോൾ നമ്മൾ ഇത് തരുമല്ലോ, ഒരു മറ്റേ അനസ്തേഷ്യ തരുമല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഞാൻ ഡോക്ടറെ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് 1000 പ്രാവശ്യം സർജറി ചെയ്യുമ്പോൾ ഞാൻ കോമയിലൊക്കെ പോയതാണല്ലോ, അപ്പോൾ ഇനി പോവോ എന്തെങ്കിലും പറ്റുമോ, ഞാൻ തീർന്നു പോകുന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് നീ അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് നിൻ്റെ മെയിൻ പ്രശ്നം. നീ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നീ എന്ത് ചിന്തിക്കുന്നോ അതുപോലെ നിനക്ക് സംഭവിക്കണം. നീ ഒരു കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ നീ ഒരു കുഴപ്പമുണ്ടാവില്ല. നിനക്ക് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമുണ്ടാവും. ഞങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും ഞങ്ങൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. പക്ഷേ ഞങ്ങൾ ട്രെയിനിൻ്റെ കാര്യത്തിലല്ല, നിൻ്റെ കോൺഫിഡൻസ് വഴിക്ക് ബാക്കി കാര്യങ്ങളെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന്. കാരണം ചത്തിട്ട് തിരിച്ചു വന്നാൽ എനിക്ക് പിന്നെ ഒരു പേടിക്കാനില്ല, ലൈഫിൽ മരണം വന്നത്രേ ഉള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ എനിക്കൊന്നും പേടിക്കാമെന്ന് തോന്നി. അപ്പോൾ ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഡോക്ടറെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ സെക്കൻഡ് സർജറി കയറുന്നത്. സർജറി കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് ഞാൻ ബോധം അത്രയും കഷ്ടപ്പെട്ട പോലെ സെക്കൻഡ് സമയത്ത് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്ക് 1 മണിക്കൂറാകുമ്പോൾ തന്നെ ബോധം വന്നു തോന്നുന്നു. 1 മണിക്കൂറൊന്നും ആവില്ല കേസ്. അതിനുമ്പോൾ എനിക്ക് ബോധം വന്നു.
1 മണിക്കൂർ വൈകുന്നേരം ബോധം വന്നു. ആ സമയത്താണ് വിറ്റായത് അല്ലേ? അല്ല, അത് മൂന്നാം ശ്രദ്ധിക്കണം. സെക്കൻഡ് സർജറി സമയത്ത് ഇതൊക്കെയായിരുന്നു. വേറെ ഒന്നുമില്ല. നമ്മൾ സെക്കൻഡ് സർജറി കഴിഞ്ഞ് പിന്നെ ബോണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പോലെ 2 മാസം ആയില്ല, എനിക്ക് 1 മാസം ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ബോണൊക്കെ ചുരുങ്ങി തുടങ്ങി, വെച്ച ബോൺ. പിന്നെ ഈ ഫസ്റ്റ് സർജറി കഴിഞ്ഞ സമയത്ത് വേറെ സംഭവം ഉണ്ട്. കോമയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് തെറാപ്പി കൊണ്ടുപോയ സമയത്ത് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആ സമയത്ത് കുറെ ബുദ്ധിമുട്ടുണ്ട് ശരിക്കും. അതിന്റെ വീഡിയോസ് ഒക്കെ എന്റെ അടുത്ത് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. നോട്ടെ, എന്റെ അനിയന്റെ അടുത്ത് ഉണ്ടാവും. ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ അവ എല്ലാം ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവ ചോദിച്ച തരത്തൊന്നുമില്ല. എവിടെ ഇരിക്കുന്ന അറിയാൻ പാടില്ല. അതില് കുറച്ച് കോമഡി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കോമഡി എന്താ വെച്ചാൽ ഞാൻ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഇപ്പൊ ചെറിയ എക്സസൈസിന് ബോള് ചെറിയ ട്യൂബൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഡോക്ടറെ അടുത്ത് നീ എടുക്കടി മറ്റേ മോളെ, ഡോക്ടറെ ചീത്ത പറ്റുന്നില്ല, അതാണ് ഇതാന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷെ അന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത ആ ഡോക്ടർ ഇപ്പോഴും ഉണ്ട്. ആദ്യം നന്നായിട്ട് അറിയാം. നിന്റെ കിട്ടിയവനാണോ അവ ഈ ചില്ലറക്കാരനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അങ്ങനെ പറയും. പിന്നെ അവിടുത്തെ സ്റ്റാഫ് തെറാപ്പിസ്റ്റും അങ്ങനെ പറയാം. ചേച്ചി ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് 9 വർഷമായി ചേച്ചി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അവരൊന്നും ലൈഫിൽ മറക്കില്ല, കാരണം അത്രയും ഞാൻ പ്രശ്നമായിട്ട് തെറാപ്പിക്ക് പോയിട്ട്. കാരണം ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഞാൻ മറക്കൂല പൈസ ഇപ്പോഴും. എന്റെ അനിയൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് എന്നെ കാണിച്ചത് കളിയാക്കി എടുക്കൊക്കെ. ചേട്ടൻ ഇന്നപോലെയൊക്കെ കാണിച്ചു തന്നെ, ചേട്ടൻ പോലെ ഓർമ്മയുണ്ടെന്ന് വെച്ചിട്ട് ഇന്നപോലെയൊക്കെ ചേട്ടൻ കാണിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഇതായിട്ടുണ്ട്. നമ്മള് ഫ്രണ്ട് ക്യാമറ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവര് ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചു തന്നത്. നോക്കട്ടെ, പറ്റിയാൽ ഞാൻ അതിന്റെ ഒരു ഇതൊക്കെ ക്ലിപ്പ് കിട്ടാൻ ഉറപ്പാണ് ഞാൻ ആഡ് ചെയ്യാം ഈ സംഭവം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ബോൺ ചുരുങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഡോക്ടറെ പോയി വീണ്ടും കണ്ടു. സംഭവിച്ചത് തലയോട്ടി ബോൺ ചുരുങ്ങിട്ട് ഉള്ളിലേക്ക് ഇവിടെയൊക്കെ കുഴിവ് വന്നു തുടങ്ങി. പിന്നെ കുറെ കഴിഞ്ഞൊരു 3 മാസമായപ്പോ ഇവിടെ ചെറിയൊരു ഉണ്ണി പോലെ. 3 മാസമായിട്ടൊന്നുമില്ല, സ്ക്രൂവിന്റെ അത് 3 മാസമായിട്ടൊന്നുമില്ല. എന്റെ ഓർമ്മ എനിക്ക് 3 മാസമായിട്ടൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരു ഇത് വന്ന് അങ്ങനെ ഞങ്ങൾ അത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഇങ്ങനെ തലച്ചോറിനോട് കൂടി ഈ തലയോട്ടി ഒട്ട് അങ്ങനെ അതുകൊണ്ട് വെച്ചിരുന്ന പ്ലേറ്റിലുണ്ടായിരുന്ന സ്ക്രൂ ലൂസായി പോയി. അല്ലാതെ കുരു ഒന്നുമല്ല, ഇൻഫെക്ഷൻ അല്ലാന്ന് പറഞ്ഞു. ഈ കുരു ലൂസായപ്പോ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട് കേസ്. ഇതിന്റെ എനിക്ക് ചെറിയൊരു ഡൗട്ടും പ്രശ്നമൊക്കെ കാണുന്ന വെച്ചാൽ നമ്മളിത് ഡോക്ടറെ പറഞ്ഞ സമയത്ത് ഡോക്ടർ ഇതെടുത്തല്ല മറ്റേ സി ടി കോൺട്രസ്റ്റ് എടുത്ത ശേഷം അവർ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഡോക്ടറെ പറഞ്ഞ സമയത്ത് ഡോക്ടർ നോക്കിയിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് ഇപ്പോൾ അതിനോട് പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് എന്നെ സർജറി ചെയ്ത ഡോക്ടറിന്റെ വേറെയും കുറച്ച് ജൂനിയേഴ്സ് ആസ്റ്റലുണ്ട്, വേറെ കുറച്ച് ഡോക്ടേഴ്സാണ് എന്നെ സർജറി ചെയ്തത്. ഞങ്ങൾ 9 പേരെ 11 പേരൊന്നും എന്റെ സർജറിക്ക്. അപ്പൊ അത് അപ്പോൾ ഈ ഡോക്ടർമാരെല്ലാവരും കൂടി ചേർന്ന് വേറെ റൂമിൽ പോയിട്ടിരുന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. എന്റെ പേര് പറഞ്ഞ് ഒച്ചപ്പാട് ബഹളമായിരുന്നു ഗൈസ്. എന്റെ പേര് കൊണ്ട് റൂമിനകത്ത് കയറി ഒച്ചപ്പാട് തുടങ്ങിയിട്ട് കയറണത്. അതിന് വാതിലടച്ച സംസാരിച്ചു, എന്താ സംസാരിച്ചും കേട്ടില്ല. പക്ഷെ എന്റെ പേര് പറഞ്ഞുകൊണ്ട് റൂമിനകത്ത് കയറി ഒച്ചപ്പാട് തുടങ്ങിയത് അത് വേറെ കാര്യം. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്റെ തലയിൽ. ഇവരുടെ മിസ്റ്റേക്കാണോ, ഹോസ്പിറ്റലിന്റെ മിസ്റ്റേക്കാണോ, ഡോക്ടർമാരുടെ മിസ്റ്റേക്കാണോ? പിന്നെ ഈ സ്ക്രൂ പിടിപ്പിക്കാൻ പറ്റുന്നത് വേറെ ഡോക്ടർമാരല്ല. ശരിക്കും സ്ക്രൂ പിടിപ്പിക്കുന്ന ഡോക്ടർമാരല്ല ഗൈസ്. അത് ഞാൻ പിന്നീട് എന്റെ ഫ്രണ്ട് ഇപ്പൊ തലയോട്ടി ആയാലും കാലിലായാലും കയ്യിലായാലും എവിടെ കമ്പ്യൂട്ടർ ഞാൻ പിടിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സ് അല്ല. ഇത് പിടിപ്പിക്കാനായിട്ട് ഈ ടെക്നീഷ്യൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ പിടിപ്പിക്കാനായിട്ട് ഈ കമ്പനി ഇപ്പൊ സ്റ്റീൽ ഇടാൻ വേണ്ടി പോകുന്ന സ്റ്റീലിന്റെ കമ്പനിയുടെ ആള് വരും. അവരാണ് ഇത് ഫിറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ഞാനത് മനസ്സിലാക്കുന്നത് എന്റെ ഫ്രണ്ട് വഴിയാണ് ശരിക്കും അറിയണത്. വേറൊരു ഫ്രണ്ട് അവൻ ആ പണിക്കാൻ പോണത്. അവൻ പാട്ടാ ഞാൻ പിന്നീട് അത് അറിയണത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചത് ഡോക്ടർമാർ പിടിപ്പിക്കുന്നേക്കുമ്പോൾ ഡോക്ടർമാർ പിടിപ്പിച്ചിട്ട് സ്കൂൾ ലൂസായി പോയതാണ്. എന്നിട്ട് ഞാൻ ഒച്ചപ്പാട് വേണമാക്കിയിട്ട് ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഇവരിങ്ങനെ റൂമിൽ പോയി ഒച്ചപ്പാട് വേണമായപ്പോൾ എനിക്ക് സംശയം പോയി ഡോക്ടർമാരാണോ പണി തന്നത് സംശയം പോയി. പിന്നീട് എൻ്റെ ഫ്രണ്ട് വന്നപ്പോഴാണ് എനിക്ക് സംശയം ഡോക്ടർമാരല്ല ഇത് പിടിപ്പിക്കാവുന്ന പയ്യൻ തന്ന പണിയാണ്. അവൻ വൃത്തിക്ക് സ്ക്രൂ ടൈറ്റ് ആക്കി തോന്നുന്നു, ലൂസായി പോയി. അതൊക്കെ അങ്ങനെ ആയി. പിന്നെ നമ്മള് പറ്റും നോട്ടോ ഗൈസ്, ഞാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാം ഗൈസ്. ഇതിനകത്ത് ചിലപ്പോൾ ഞാൻ ഓൾറെഡി ആഡാക്കിട്ടോ പോലെ പറ്റിയതിന് ശേഷം ആഡ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാം. എന്റെ ആ സ്ക്രൂ ലൂസായി തള്ളിയിരിക്കുന്ന പോർഷൻ ആഡ് ചെയ്യാൻ പറ്റും, ഉറപ്പാട് ആഡ് ചെയ്യാം ഗൈസ്. പിന്നെ നമ്മള് സെക്കൻഡ് സർജറി കഴിഞ്ഞപ്പോഴേക്കും നമ്മള് വീടൊക്കെ വാടകയും വീടൊക്കെ മാറി കുറഞ്ഞ വാടകയ്ക്ക് ചെറിയ വീട്ടിൽ പോയി. പിന്നെ ആ വീട്ടിൽ നിന്നൊക്കെ ഈ സ്ക്രൂ ഒക്കെ തള്ളിക്കുന്ന സമയത്ത് വേറെ കുറെ ചാറ്റി പ്രവർത്തകരൊക്കെ ഒരുപാട് പേര് എന്താ, കാരണം
സെക്കൻഡ് സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു നമുക്ക് ഇനി ആർട്ടിഫിഷ്യലായിട്ട് ബോൺ വെച്ച് സർജറി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എന്നുവെച്ചാൽ ഈ ബോൺ ചുരുങ്ങിപ്പോയപ്പോൾ പറഞ്ഞ് ആർട്ടിഫിഷ്യലായിട്ട് ബോൺ വെച്ച് വേറൊരു ബോൺ വെച്ച് സെറ്റാക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞപ്പോഴേക്കും നല്ല പൈസ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരുപാട് ആളുകളുടെ ഹെൽപ്പ് വെച്ച് നമ്മൾ ഒരുപാട് ചാറ്റ് പ്രവർത്തകരൊക്കെ അന്വേഷിക്കാൻ വീണ്ടും തുടങ്ങി. പക്ഷേ ഒരു ഗുണം ഉണ്ടായില്ല. എനിക്കൊണ്ട് PM സലാം എന്നിട്ടൊരു സലാമോ എന്ന് പറഞ്ഞ ജിക്ക വന്നിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. പുള്ളി ഇട്ടിട്ട് എനിക്കൊണ്ട് 1.5-2 ലക്ഷം രൂപ വന്നുള്ളൂ. 2 ലക്ഷം വന്നുള്ളൂ, 2-3 ലക്ഷം വന്നുള്ളൂ. ആ പൈസ പുള്ളിയും അമ്മയുടെ പേരിലും പുള്ളിയും മമ്മിയും കൂടി ചേർന്നൊരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടാണ്, മമ്മിയുടെ പേരിൽ പുള്ളിയും കൂടി ചേർത്ത് ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടാണ് പൈസ ഇതാക്കിയത്. അതാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ വയ്യാതായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കാൻ പൈസ ഇല്ലാതായപ്പോഴേക്കും പുള്ളിനെ വിളിച്ചിട്ട് പുള്ളി ഞാൻ ഇവിടെ അല്ല, ഞാൻ വേറെ സ്ഥലത്താണ്, ഞാൻ വരാൻ സമയമെടുക്കും, ബില്ലടയ്ക്കാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ടു ശരിക്കും. പിന്നെ പുള്ളി ഒന്ന് ഒപ്പിട്ട് അക്കൗണ്ട് ക്ലോസ് ആക്കി പൈസ എടുത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി പോയി. ശരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് പണികൾ ചാറ്റ് പ്രവർത്തനം വഴി കിട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ഞാൻ ചാറ്റ് പ്രവർത്തനം കുറ്റം പറയാൻ ഒരു പ്രാവശ്യം ഹെൽപ്പ് ചെയ്യില്ല, അങ്ങനെ ഒരു വർഷമുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, പണിയായിരുന്നു. അതാണ് അത് കഴിഞ്ഞ് പിന്നെ 2023 ആയപ്പോഴത്തേക്കാണ് ആർജയ്ക്ക് അടുത്ത പ്രശ്നം വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കാലൊക്കെ ഉണ്ട്. സംബന്ധിച്ച് 2019 ഈ കൊറോണ സമയത്തൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഈ തിയേറ്ററൊക്കെ പൂട്ടിയപ്പോഴേക്കും അനിയുടെ ജോലി പോയി, പിന്നെ പെട്രോൾ പമ്പിൽ അനിയുടെ ജോലി പോയി. എല്ലാം കൂടെ ആയപ്പോഴേക്കും വീട്ടിലെ വാടക കൊടുക്കാൻ പറ്റാതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ആയി. അവസാനം വീട്ടിൽ അടിച്ചാൽ പുറത്തിറക്കി, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലൈഫ് സ്റ്റോറിയിൽ ഞാൻ വേറെ പറയാം ഗൈസ്. കാരണം ഈ ഒരു ഹൗസ് ഓണർ അടിച്ചിറക്കിയ പ്രശ്നം അത് ഞാൻ കട്ട് ചെയ്യണം. കാരണം അത് ഞാൻ പറയുന്നില്ല. അതിനുശേഷം വന്ന സംഭവം കുറച്ച് വേറെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ്. പിന്നെ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടാണ് 2023 പക്ഷെ വേറെ ഞാൻ പറഞ്ഞ അതല്ല, ഈ സെക്കൻഡ് സർജറി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് തലയോട്ട് ചുരുങ്ങി സ്കൂളൊക്കെ പുറത്തു തള്ളിയിട്ടും ഈ തലയൊക്കെ വെച്ചിട്ട് വയ്യാതായിട്ട് ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ വർക്ക് പണിക്ക് പോയിട്ടുണ്ട്. സൊമാറ്റോ ഓടിയാണ് ലാസ്റ്റ് ഇൻഫെക്ഷൻ ആയി. ഈ ചൂട് അടിച്ചടിച്ച് എനിക്ക് ഡേറ്റ് ഒന്നും കണ്ട ഓർമ്മയില്ല. 2021 21 ലാസ്റ്റ് മുതൽ 22 മുതൽ എന്തുവാണ് ഞാൻ വീണ്ടും സൊമാറ്റോ സ്വിഗ്ഗി കോളാൻ വേണ്ടി പോയിട്ട് ആ ഒരു കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് ഒപ്പിച്ച് തന്ന പണി ചില്ലറയൊന്നും അല്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരിക, ഹോസ്പിറ്റലാവുക, വീണ്ടും ഡിസ്ചാർജ്, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഈ ഇളകിയ സ്ക്രൂ പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് സ്കിന്നിന്റെ പുറത്തേക്ക് വന്ന് അതിൽ കൂടി ഇങ്ങനെ ചെറിയ പഴുപ്പും ഇതൊക്കെ വന്നു തുടങ്ങി. പിന്നെ വൈറൽ ഫീവർ ആണെന്നും പറഞ്ഞ് പനി വന്നപ്പോഴാണ് പണി കിട്ടിയത്. പനി വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗൈസ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവർ ആണ്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പഴുപ്പൊക്കെ നമ്മൾ ഈ മുഖക്കുരുവൊക്കെ ഒന്ന് പൊട്ടിക്കുമ്പോൾ പഴുപ്പും ചോരയൊക്കെ കൂടി അതുപോലെ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന് അത് കുഴപ്പമൊന്നുമില്ല, വേറെ ഒന്നും ചിലപ്പോൾ ചൂടുകുരുവായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു CT ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു CT ഫസ്റ്റ് ചെയ്തു. ഒരു CT ചെയ്യാൻ 13,000 രൂപയാണ്. നമ്മൾ അവിടുത്തെ സ്റ്റാഫും കൂടി ആയതുകൊണ്ട് 13,000 രൂപയാണ്. 13,000 രൂപ എടുത്ത് CT കോൺട്രാസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊണ്ടുവന്നു. ഡോക്ടറിന് ഒരു കുഴപ്പമില്ല ആർജെ, നിനക്ക് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങോട്ട് ഒരു കാര്യം ചെയ്തു, ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ അപ്പോഴും ആർജയ്ക്ക് ഇതുപോലെ മുടിയുണ്ട്, പെയിൻ കാരണം നമ്മൾ വെട്ടാറുന്നില്ലായിരുന്നു. എന്നിട്ട് മുടിയൊക്കെ നീക്കി കാണിച്ചു കൊടുത്തപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിപ്പുണ്ട്, പഴുപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നു. ഡെയിലി കുളിക്കുകയൊക്കെ ചെയ്യും, കുളിക്കാത്തത് കൊണ്ടൊന്നും അല്ല, ഈ പഴുപ്പ് ഇങ്ങനെ വെള്ളവും വന്നിട്ട് ഒട്ടിയതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു MRI ചെയ്യാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ഇടും ഡോക്ടറെ എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു, പ്ലീസ് ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഇട്ട് CT കോൺട്രാസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് MRI ചെയ്തു. സംഭവമൊക്കെ ചെയ്യാൻ വേണ്ടി കാരണം ശ്രുതിക്ക് ആ സമയത്ത് അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയി. ശ്രുതി ആ സമയത്തുണ്ട് ഹോസ്പിറ്റൽ ജോലിക്ക് കയറി. ശരി 2022 വർഷം നീ ഓർമ്മയില്ല, 2021 ആ സമയത്ത് സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുന്നത്. ആശുപത്രിയിൽ തന്നെ ജോലിക്ക് കയറുന്നത് ശ്രുതി. അവൾ ആദ്യം ശ്രുതിക്ക് കയറുന്നത് PCA സ്റ്റാഫായിട്ട് ജോലിക്ക് കയറുന്നത് അല്ലേ, PCA സ്റ്റാഫായിട്ട് പേഷ്യന്റ് കെയറിൽ വർക്ക് ചെയ്യുന്നത്. ഒരു എക്സ്പീരിയൻസും ഇല്ല. 10ാം ക്ലാസ്സും വെറും ആയുർവേദത്തിന്റെ ഇതും കൊണ്ടാണ് ഞാൻ അവിടെ കയറുന്നത്. പിന്നെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ കോഴ്സിനൊക്കെ കയറിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ MRI ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അയ്യോ ഇൻഫെക്ഷനായി, ബോണെല്ലാം ദ്രവിച്ച് ലിക്വിഡ് പോലെ വെള്ളം പോലെ ആയിപ്പോയി, അതാണ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ പനിയാണ്, അതിന്റെ എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ആർജയുടെ തലേന്ന് കൾച്ചർ എടുക്കണമെന്ന് പറഞ്ഞു. കൾച്ചറിന് വേണ്ടി ഞെക്കി പിഴിഞ്ഞിട്ടൊന്നും ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് പിന്നെ ടെസ്റ്റ് ചെയ്യാനെന്ന് ബ്ലഡ് എല്ലാം വിട്ട്
എല്ലാം കഴിഞ്ഞ് പനി ഒന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആർജൻ്റെ സർജറി ചെയ്തു. ഏപ്രിൽ 27-ന് 2023 ഏപ്രിൽ 27-ന് ആർജൻ്റെ 3ാമത്തെ സർജറി ചെയ്തു. അങ്ങനെ ആ സർജറി ഉണ്ടായിരുന്ന തലയോട്ട് ഇൻഫെക്ഷൻ അടിച്ച് ആ സർജറിക്കാണ് കഴിച്ച് ഞാൻ കടക്കാരിയായത്. ആ സർജറിക്ക് ഒരുപാട് ഞങ്ങളുടെ അടുത്ത് 74,000 രൂപയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിപാടി അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 ലക്ഷം രൂപ കണ്ടുപിടിച്ചു. അനിയൻ്റെ ഇതും എല്ലാം കൂടി ഇതാക്കി എല്ലാം കൂടി വെച്ച് 1 ലക്ഷം രൂപ കണ്ടുപിടിച്ച് വെച്ച് ഹോസ്പിറ്റലിൽ പോയി സർജറിക്ക് കയറ്റി എല്ലാം കഴിഞ്ഞ് ആ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ഇൻസിഡൻ്റ് എന്ന് പറയാൻ പറ്റും. എന്താ ആർജയ്ക്ക് അനസ്തേഷ്യ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പേര് ശ്രുതി എന്നാണ്. ശ്രുതി എന്ന് പറയുന്ന ഡോക്ടർ ഞങ്ങളത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തട്ടി കയറി സംസാരിച്ചു. അത് നിങ്ങൾ അറിയുന്ന ഒരു കാര്യം എന്തോന്ന് അതിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും കേട്ടോ, വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സർജറി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അനസ്തേഷ്യ എടുക്കുന്നുണ്ടെങ്കിൽ കൈ കൂടിയാണോ നമ്മൾ മാസ്ക് വഴിയാണോ അതോ നട്ടെല്ലാണോ എന്നുള്ളത് ചോദിച്ചറിയാനുള്ള അർഹത നമുക്കുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്, നമ്മുടേതായ കുറേ റൈറ്റ്സ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അത് നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. ഡോക്ടർമാർ എന്തൊക്കെ മറച്ചു വെക്കാൻ നോക്കിയാലും നമ്മളൊരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകണേ പേഷ്യൻറ്റിൻ്റെ A-Z കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞിരിക്കണം. അത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, ദേഷ്യപ്പെട്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്ന് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തു. പുള്ളിക്കാരുടെ പണിയൊക്കെ പോയി. പുള്ളിക്കാരി തന്നേ വൈകിട്ട് 5 മണിക്ക് പണിയിട്ട് ഓടാൻ വേണ്ടിയുള്ള പ്ലാനിൽ നിൽക്കരുന്നു. അപ്പൊ ലാസ്റ്റ് സമയത്ത് എനിക്ക് ടോക്കൺ കിട്ടിയത്. അപ്പൊ ലാസ്റ്റ് ടോക്കണെ പോയത്. അപ്പൊ ആ പുള്ളിക്കാരി ഷിഫ്റ്റ് കഴിഞ്ഞ് പോകണല്ലോ. ധൃതി പിടിച്ച് പുള്ളിക്കാരി ഓടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി നമ്മൾ സംസാരിക്കാൻ സംഭവം കാണിച്ചില്ല. അപ്പൊ അങ്ങനെയൊക്കെ പുള്ളിക്കാരി ഇത് കാണിച്ചപ്പോഴേക്കാണ് കുറച്ച് പണിഷ്മെന്റ് കാര്യങ്ങൾ കിട്ടി. ഇപ്പൊ റീസണിൽ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എനിവേ അത് കഴിഞ്ഞിട്ട് ആർജയ്ക്ക് സർജറി എല്ലാം കഴിഞ്ഞ് പിന്നെ ICUലേക്ക് മാറ്റി. ഇവർ പ്രീ OP ഓപ്പറേഷൻ തീയതി കയറ്റി അവിടെ നിന്ന് വീണ്ടും നമ്മൾ കാത്ത് ലാബ് എന്ന് പറയും അങ്ങോട്ടാക്കുമല്ലോ. കാത്ത് ലാബിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വന്ന് നോക്കുവാണ്. അപ്പം ബോൺലെസ് എന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഡോക്ടറൊക്കെ വന്നപ്പോഴത്തേക്കും ആർജത്ത് വെച്ച് എങ്ങനെയുണ്ട് പെയിനൊക്കെ. ആദ്യം അങ്ങോട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു പന്നിക്കുട്ടി. ഞാൻ ഇവന് സർജറി കഴിഞ്ഞപ്പോൾ ഇവൻ ലാംഗ്വേജ് ഒക്കെ മാറുന്നു, ദൈവം ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ്റെ അടുത്തിരുന്ന നേഴ്സ് അതൊരു ബംഗാളി കുട്ടിയാണ്. ആ കുട്ടി അവിടെ നിന്ന് സംസാരിച്ചത് ഇംഗ്ലീഷിലാണ് ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടറും നേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലുണ്ട്. ഇവൻ അങ്ങ് സായിപ്പായതാണ്. ഞാനും അനിയനും കൂടി വായും പൊളിച്ചിരിക്കും. ഞാനിങ്ങനെ ഏറ്റവും ചെറിയ അനിയനെ കൂടെയുള്ള ഞാനും അനിയനും മുഖം തോന്നി, എന്തുവാടാ ഇത്, സർജറി കഴിഞ്ഞപ്പോൾ വല്ല വെയിനും തട്ട് കിട്ടിയോ, എന്താ പറ്റി എന്നുള്ള മൈൻഡിലായി പോയി കേട്ടോ. ലാസ്റ്റ് അതൊക്കെ ശരിയായി. അപ്പം പറഞ്ഞു ഇല്ല ഇവിടെ ഇംഗ്ലീഷ് സംസാരിച്ചോണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ബില്ല് വന്നു. ബില്ല് വന്നപ്പോഴാണ് ഇതേ അടക്കണ എല്ലാം കൂടി 6 ലക്ഷത്തി സംതിങ് വന്നു. അതിൽ 1 ലാക്ക് നമ്മുടെ അടുത്തുണ്ട്. ബാക്കി ഞാൻ ബജാജിന് ലോൺ എടുത്ത് കഴിച്ചു. ആ ലോൺ മുടങ്ങി ഇപ്പൊ ഞാൻ തെരുവാ ഓടിക്കൊണ്ടിരിക്കും. 4 ലക്ഷം ലോൺ ബജാജിന് സുദൃഢ എടുത്തായിരുന്നു. 3 ലക്ഷം എടുത്തില്ലേ. പിന്നെ ബാക്കി അനിയന്മാരുടെ പേരിലൊക്കെ എടുത്ത് പെൻഡിങ് ആണ്. എല്ലാ ലോണും പെൻഡിങ്ങും ആണ്. എനിക്കിപ്പോ ജോലിയില്ല കൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കറിയാമോ ഞാൻ എന്നെ കടക്കാരിയാക്കിയത് യവനാണ്. എനിക്ക് ശരിക്കും ഇപ്പൊ വീട്ടിലേക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കോടതി ഇവിടെ പിടിച്ചിട്ട് കോടതി ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് തരും. എപ്പോഴാണ് കോടതി പോലീസിനെ പൊക്കിക്കൊണ്ടത് അറിയാൻ പാടില്ല. നോക്കാം. പിന്നെ പൊക്കിക്കൊണ്ടുപോയി നമ്മൾ തൂക്കിക്കൊല്ലൊന്നുമില്ല, കടമല്ലേ. മെഡിക്കൽ ലോൺ മെഡിക്കൽ ആവശ്യത്തിന് എടുത്തല്ലേ, അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഗൈസ് ഇതിൽ 2019 തൊട്ട് 2023 വരെ കുറെ സംഭവം ഉണ്ടായിട്ട് ലൈഫിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ലൈഫ് സ്റ്റോറിയിൽ പറയുള്ളൂ. കാരണം അത് ലൈഫ് സ്റ്റോറി പറഞ്ഞാൽ ശരിയാവുള്ളൂ. പിന്നെ പറയാം കഴിച്ചു ഞാൻ ലൈഫ് സെറ്റ് ആയിക്കോട്ടെ. ഫസ്റ്റ് ലൈഫ് സ്റ്റോറി സുധീര ലൈഫ് സ്റ്റോറി പറയും. കാരണം നമ്മുടെ ആക്ഷൻ സ്റ്റോറി ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ്സ് അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ എനിക്ക് ഒരു സർജറി പെൻഡിങ് ഉണ്ട്. അതാണ് വേറെ കാര്യം. ആ സർജറിക്കാണ് ആർട്ടിസ്റ്റായിട്ട് തള്ളിട്ട് വെക്കണം. 28 ലക്ഷത്തിന് മേലെ നമുക്ക് മാത്രമായിട്ട് 760 സംതിങ് ആണ്. 1000 10,000 അല്ല, 7 ലക്ഷത്തി
50 എത്രയാണ് 85 സംതിങ് എന്തോ അങ്ങനെ എന്തോ ആണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും നമ്മളെടുത്തോണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ. എനിവേ ഇനിയിപ്പോ അതിന്റെ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ടാവും. വർഷം 2 കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എസ്റ്റിമേറ്റ് കൂടാൻ ചാൻസ് കുറയാൻ ചാൻസ് ഇല്ല. അതങ്ങനെയാണ്. ഡേറ്റ് കഴിയുന്നതും ദിവസം നീളുന്നതും ബില്ല് കൂടാനേ ചാൻസ് ഉള്ളൂ, കുറയാൻ ചാൻസ് എന്ന് പറഞ്ഞ പോലെ എസ്റ്റിമേറ്റും കൂടാൻ ചാൻസ് ഉള്ളൂ, കുറയാൻ ചാൻസ് ഇല്ല ഗൈസ്. ആണ് വേറെ പ്രശ്നം. കാരണം ഈ തലയോട്ടി വെക്കുന്ന ബോൺ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്, ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കണതല്ല. എന്നുവെച്ചാൽ എന്തോ പീക്കുന്നുണ്ട് എന്ത് മെറ്റീരിയലാണ് പറഞ്ഞേക്കുന്നത് എനിക്ക്. അപ്പോൾ ആ മെറ്റീരിയൽ ജോൺസൺ കമ്പനിയുടെ ബെൽജിയത്തുള്ള അവരുടെ ലാബിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പ്രൈസ് കൂടുതലാണ്. കേരളത്തിൽ നിന്ന് മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ അത് ടൈറ്റാനിയം മെറ്റീരിയൽ വെക്കുന്നത്, ടൈറ്റാനിയം എടുക്കുന്നത് അടുത്ത് വരുന്നുണ്ട്. ഇങ്ങോട്ട് പോയ അതേ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അങ്ങോട്ട് പോയി 2 കൈയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെയാണ് പോയത്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടുപേരേ ഉള്ളൂ, ചിരിച്ചിട്ടാണ് പോയത്. അപ്പൊ എന്തായാലും നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ ബൈ ഫ്രം RJ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ പാട്ട് എപ്പോഴും ഉണ്ടാവും, അതെപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ പല്ലും മാറ്റാണ് കേട്ടോ പറഞ്ഞ തലയുടെ സർജറി മാത്രമല്ല, വായുടെ സർജറി ഉണ്ട്, 4 സർജറി ഉണ്ട് വായിക്ക് ചെയ്യാണ്ട്. വായിൽ ഫ്ലാപ്പ് സർജറി ചെയ്യാണ്ട്. എന്റെ മോണ ഫുള്ളും ബ്ലഡ് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ മോണ ഫുള്ളും പഴുത്തിരിപ്പാണ്. അപ്പോൾ ആ പഴുപ്പ് ക്ലീൻ ചെയ്ത് സർജറി ചെയ്ത് ക്ലീൻ ആക്കണം. ആ ഇൻഫെക്ഷൻ തലക്കടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അടുത്ത സർജറി ചെയ്യുമ്പോൾ അതും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലയുടെ സർജറി ചെയ്യുമ്പോൾ അതായിരിക്കും അത് ചെയ്യണ്ടേ. തലയുടെ സർജറി കഴിഞ്ഞ് ബോധം വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ വായുടെ സർജറി ചെയ്യണമായിരിക്കും. ഈ പണിയാവും. എല്ലാ സർജറിയാണ്, എല്ലാം പെൻഡിങ് ആണ്. എന്ത് ചെയ്യാനാണ്, കഷ്ടകാലമാണ്. എന്തായാലും അപ്പോൾ ഇത് കഷ്ടകാലത്തിന് എല്ലാവർക്കും ബൈ ഗൈസ്.